90+ വനിതകൾക്കായി മിനി ഡീലർ ഹബ്ബുകൾ നൽകുന്നു. സ്വന്തം നാട്ടിൽ സ്വന്തം ബിസിനസ് തുടങ്ങാം ഇപ്പോൾ തന്നെ. രാഗസൗന്ദര്യത്തിന്റെ സ്വരവർണ്ണം വിരിയിച്ച കുഞ്ഞു പൂമ്പാറ്റകളുടെ വർണ്ണവേദിയിലേക്ക് സ്നേഹസ്വാഗതം. മധുരലയ ഗാന സൗന്ദര്യവുമായി കണ്ണൂരിൽ നിന്നും നമ്മുടെ വൈക കുട്ടി എത്തുന്നു. വെൽക്കം വൈക അനികേഷ് ഓൺ സ്റ്റേജ്. ഏഞ്ചൽ ആണോ? പിന്നെന്താ വൈകക്കുട്ടി, എന്തോ ഈ തലയിലൊരു ടിയറ അങ്ങനെ ഹെയർ ബാൻഡ്, ബ്യൂട്ടിഫുൾ. കാരണം ഈ മഞ്ഞയും അതിന്റെ ഒരു കോമ്പിനേഷൻ മേളിലും താഴെയായിട്ടും. ഏത് പാട്ടാ പാടുന്നേ? ഓളങ്ങളെ ഓടങ്ങളെ. ആരാ മ്യൂസിക്? മ്യൂസിക് സലീൽ ചൗധരി സർ. മതി, പാടി. നന്നായി പാടണം കേട്ടോ. പാട്ട് കേൾക്കാനാണ് ആന്റി അത്രയും ദൂരത്തുനിന്ന് വന്നിരിക്കുന്നത്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. All the best, Vaiga. താങ്ക് യു.
അപ്പൊ കുഞ്ഞുട്ടി കലക്കിയല്ലോ. താങ്ക് യു. ആ, നന്നായിട്ട് പാടി. ഇത് തുമ്പോളി കടപ്പുറം എന്ന് പറഞ്ഞ ഒരു സിനിമയാണ്. സലിതയുടെ ടുവേഴ്സ് ദ ലാസ്റ്റ് ചെയ്തു വരുന്ന ചിത്രങ്ങളിൽ ഏകദേശം അവസാന ഘട്ടത്തിൽ ചെയ്ത ഒരു ചിത്രമാണ്. അപ്പൊ ഇതിൽ കാതിൽ തേന്മഴയായി എന്നൊരു പാട്ടുണ്ട്. ഭയങ്കര പ്രയാസമാണ് പാടാൻ. മോളി പാട്ടിന്ന് നന്നായിട്ട് പാടിയിട്ടുണ്ട്. നന്നായിട്ട് പാടി. പക്ഷെ മോള് ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അക്ഷരസ്ഫുടത. അത് ഇത്തിരി കൊഞ്ചൽ വരുന്നുണ്ട്. അതായത് ഓളങ്ങളെ ഓടങ്ങളെയാണ്. രണ്ട് ഓള ഓട്ട, അതിന് ക്ലാരിറ്റി വരണം. ഒന്ന് ഇപ്പൊ ഈ ഒരു പോർഷൻ പാടിക്ക്. നീ കണ്ടു മോഹിച്ച അറിയാമേ പറയാ. ഈ ലാസ്റ്റിലത്തെ അനുപല്ലവിൽ ലാസ്റ്റ് വരുമ്പോൾ മോൾ ഭയങ്കര ഫീഡ് ഔട്ട് ആയി പോകും. എന്നാൽ ശരണത്തിന്റെ എൻഡ് വന്നപ്പോഴത്തേക്ക് അത് മനോഹരമായിട്ട് പാടി. അപ്പൊ ആ പോർഷൻ ഒന്ന് പാടിക്കും. നിൻ തോണി നിറയുന്നു. നിറയുന്നു പവിഴങ്ങളായി ഈ തിരയിലാടുന്നതെൻ മോഹമോ നാടുന്നതെൻ മോഹമായി ഈ തിരയിലാടുന്നതെൻ മോഹമോ നിൻ തോണിയോ. ഓക്കെ ഓക്കെ. എനിക്ക് അങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങളെ എനിക്ക് തോന്നിയുള്ളൂ. പക്ഷെ ടോട്ടലി നോക്കുമ്പം മോള് നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. പാടുന്നുണ്ട്. പക്ഷെ ഇത്രയും സാധനങ്ങൾ കറക്റ്റ് ചെയ്താൽ ഗംഭീരമാണെന്ന് നമുക്കറിയാം. ഇപ്പം അസലായിട്ട് പാടിയെന്ന് പറയും, മറ്റേത് അങ്കിള് പറയും ഓ ഗംഭീരമായിട്ട് പാടിയെന്ന് പറയും. രണ്ടും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ടോട്ടലി ഇറ്റ് വാസ് വെരി കളർഫുൾ. വളരെ നന്നായിട്ട് പാടി. ഓൾ ദി ബെസ്റ്റ്. മോളിന്ന് കൊണ്ടുവന്ന പാട്ട് ഉഗ്രം പാട്ടാ. പക്ഷെ അത് കേൾക്കാൻ വളരെ സിമ്പിൾ ആണെങ്കിലും ഇപ്പോൾ ഒരേപോലത്തെ ഫ്രേസസാ. ഓളങ്ങളെ ഓടങ്ങളെ വെള്ളിമണി തുള്ളുന്നൊക്കെ പറയുമ്പം തന്തടക്ക തന്തടക്ക എല്ലാം ഒരേപോലത്തെ ഒരു ഫ്രേസസ് ആയിട്ട് തോന്നുമെങ്കിലും ആ ഫ്രേസിന് കൊടുക്കേണ്ട ഓരോ എക്സ്പ്രഷനുണ്ട്. അത് അൺഫോർച്ചുനേറ്റ്ലി മോൾ പാടുന്ന സമയത്ത് ഈ കട്ട് ഫ്രേസസ് കട്ടായിട്ട് കേൾക്കുന്നതിനേക്കാളും കൂടുതൽ എല്ലാം ചേർന്ന് ഫെയ്ഡ് ഇൻ ഫെയ്ഡ് ഔട്ട് പോലെയാണ് വരുന്നത്. അപ്പം എന്താ പറ്റുന്നത് വെച്ചാൽ ഇപ്പം മോളിപ്പം പാടി കേൾപ്പിച്ച ഫ്രേസ് തന്നെ ഇല്ലേ, ആ ഫ്രേസ് തന്നെ അറിയാതെ വോളിയം കുറയോ വോളിയം കൂടുക എന്ന് വരുന്ന സമയത്താണ് ഈ കൊഞ്ചല് തോന്നുന്നത്. അതുമാതിരി എം എന്നുള്ള അക്ഷരം വരുമ്പം അത് മ എന്ന് പറയാതെ മ എന്ന് വന്നു പോകുന്നുണ്ട്. അതാണ് ഈ ഫെയ്ഡ് ഇൻ ഫെയ്ഡ് ഔട്ട് മാതിരി തോന്നുന്നത്. അപ്പം നമുക്ക് ആ അടിച്ച് മുറിച്ച് കേൾക്കുന്നതിൻ്റെ ഒരു ക്ലാരിറ്റി കിട്ടുന്നില്ല. അപ്പോൾ മോള് നെക്സ്റ്റ് ടൈം പാടുന്ന സമയത്ത് അതൊന്ന് പ്രത്യേകിച്ച് പ്രാക്ടീസിൽ ശ്രദ്ധിക്കണം. കട്ട് ചെയ്ത് പാടേണ്ടത് കട്ട് ചെയ്ത് തന്നെ അടിച്ച് പാടണം. പിന്നെ ഇതിൽ സലിതയുടെ ഏറ്റവും വലിയൊരു സിഗ്നേച്ചർ എന്ന് പറയുന്ന ഒരു സംഭവം ഓളങ്ങൾ മുറിയെ ഓടങ്ങൾ വാ എന്നുള്ള ലൈനില്ലേ, അത് വരുമ്പം അത് മോൾക്ക് ഇനി ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ ജനറേഷനിലെ കുട്ടികൾ പഴയ ജനറേഷനിലെ കമ്പോസേഴ്സിൻ്റെ എന്താണ് അവരുടെ പാട്ട് നമുക്ക് തിരിച്ചറിയുന്നത്. ഇപ്പം സലിൽദയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പാട്ട് പോകുന്ന അതിൻ്റെ കൂടെ തന്നെ ഒരു ഫ്ലൂട്ടോ ഓബോ വല്ലതും കൗണ്ടർ പോകും. വേറെ ഇതിൽ കൂടെ പാട്ടിൻ്റെ കൂടെ തന്നെ കൗണ്ടർ പോകും. അതിനൊരു റൂട്ട് ഉണ്ടാവും. അതാരും പ്രതീക്ഷിക്കാത്ത അദ്ദേഹത്തിൻ്റെ ഒരു സിഗ്നേച്ചർ റൂട്ടുണ്ട്. ഈ പാട്ടിലത് എവിടെയാണെന്നറിയോ? ഓളങ്ങൾ മുറിയെന്ന് മോള് പാടിയില്ലേ, അത് കേൾപ്പിച്ചു തരാം. അപ്പോൾ അവിടെ ഒരു ഫ്ലൂട്ട് പോയിട്ടുണ്ട്. അതാണ് സലിൽദ. അപ്പൊ ഇനി മോള് ശ്രദ്ധിച്ചോ, ഇതുപോലത്തെ ഫീൽ ആയിരിക്കും അദ്ദേഹത്തിന് എല്ലാ പാട്ടിലും. അത് അദ്ദേഹത്തിന് മാത്രമേ ചെയ്യാൻ പറ്റൂ. അദ്ദേഹം ചെയ്യുന്ന ആ കൗണ്ടർ കണ്ട് വേറൊരു കമ്പോസർ അതേപോലത്തെ കൗണ്ടർ ഉണ്ടാക്കിയാലും അത് സലിൽദ ആവില്ല, ഒരിക്കലും സലിൽദ ആവില്ല. കാരണം അതിലേക്ക് ഇട്ട് കൊടുക്കുന്ന ഒരു വരവുണ്ട് അദ്ദേഹത്തിന്റെ. ആ വരവെന്ന് വന്ന് ഈ കൗണ്ടർ വരുമ്പോഴാണ് നമുക്ക് ആ ഒരു സ്വർഗത്തെത്തിയ ഫീലിംഗ് കിട്ടുന്നത്. അല്ലാതെ മോള് പാടിയത് ഇനിയും കുറച്ചും കൂടിയും പാട്ടിലേക്ക് അടുക്കാനുണ്ട്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. വൈകക്കുട്ടി വളരെ നന്നായിട്ട് പാടി കേട്ടോ മോള്. താങ്ക് യു സർ. നേരത്തെ പാടിയിൽ നിന്നും കുറെ കൂടി ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ട് മോളുടെ പാട്ടിൽ. കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി വന്നിട്ടുണ്ട്. ഇപ്പോൾ രണ്ടാമത് പാടിപ്പിച്ചില്ലേ, ദീപു പാടിപ്പിച്ചില്ലേ, ആ ഒരു ക്ലാരിറ്റി ടേക്കിലുണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. പാടിയപ്പോൾ കുറച്ചും കൂടി തെളിഞ്ഞ് പാടി മോള്. ടേക്കിൽ കുറച്ചൊന്ന് മഫിൾഡ് ആയ പോലെ തോന്നിയിരുന്നു. പക്ഷെ ഇപ്പോൾ പാടിപ്പിച്ചപ്പോൾ ഒന്നും കൂടി നല്ല ധൈര്യത്തിൽ പാടുന്ന പോലെ തോന്നി, കോൺഫിഡൻസോട് കൂടി. ഒരു നോക്കിൽ അത് നോട്ട് എത്തുന്നില്ല ചില സമയത്ത് എത്തി. പിന്നെ അത് കൂടാണ്ട്
വെള്ളിമണി നീ 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 അത് എത്തിയിട്ടില്ല ചിലത്. വെള്ളിമണി. ആ അത് കറക്റ്റ്. അവിടെയും അതുപോലെ തന്നെ ഒരു നോക്കിൽ ആ അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ അവിടെയൊക്കെ ശരിക്കും ശ്രുതി തെറ്റാൻ എത്ര വലിയ സിംഗേഴ്സ് ആണെങ്കിലും ചിലപ്പോൾ അവിടെയൊക്കെ പോകാൻ ചാൻസ് ഉള്ള സ്ഥലങ്ങളാണ്. തേടുന്ന പനിനീർ മലർ തോപ്പിത എന്നൊക്കെ കേൾക്കാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. കുറച്ചും കൂടി ഒരു ജീവനൊക്കെ വച്ചു തുടങ്ങി മോളുടെ പാട്ടിൽ. എന്തായാലും നന്നായി ആ കാര്യം. ഇത് കേട്ടപ്പോൾ പെട്ടെന്ന് എനിക്ക് പാടാൻ തോന്നുന്നത് സലിൽദയുടെ തന്നെ പൊൻതൂമ്പ കൊണ്ടാൽ മതിക്കും മണ്ണ്, പൊൻതൂമ്പ കൊണ്ടാൽ മതിക്കും മണ്ണ്, പുഞ്ചയ്ക്കു പൂമ്പാൽ ചുരത്തും മണ്ണ്, പുഞ്ചയ്ക്കു പൂമ്പാൽ ചുരത്തും മണ്ണ്, ഞാൻ എൻ്റെ സ്വപ്നം വിതയ്ക്കും മണ്ണ്, ഞാൻ എൻ്റെ സ്വപ്നം വിതയ്ക്കും മണ്ണ്. ഈ പാട്ട് കേൾക്കുമ്പോൾ ഇതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അതുകൂടാതെ മനക്കെലത്തത്തെ മഴക്കുടത്തത്തെ, മനക്കെലത്തത്തെ മഴക്കുടത്തത്തെ, ഇന്നല്ലേ മംഗളാതിര രാത്രി, ആടണം പോൽ പാടണം പോൽ പാതിരപ്പൂവിനു ഗന്ധർവൻ കാട്ടിൽ പോകണം പോൽ, മനക്കെലത്തത്തെ മഴക്കുടത്തത്തെ, ഇന്നല്ലേ മംഗളാതിര രാത്രി, ആടണം പോൽ പാടണം പോൽ പാതിരപ്പൂവിനു ഗന്ധർവൻ കാട്ടിൽ പോകണം പോൽ. ഓക്കെ, അപ്പോൾ മോൾക്ക് നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്, അതൊരു നല്ല കാര്യം. ഓക്കെ, ഇനിയും ഇതുപോലെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ. ഒന്നുകൂടി ഇമ്പ്രൂവ് ചെയ്യണം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഇവിടെ ഇരിക്കുന്ന എല്ലാ ഓർക്കസ്ട്ര ആവട്ടെ, സാറുമാരാവട്ടെ, എല്ലാം മോളുടെ ഗുരുക്കന്മാരാണ്. ഓക്കെ, അവരെന്ത് പറയുന്നു അത് ശ്രദ്ധിച്ചൊന്ന് കേട്ട് മോളുടെ നല്ലതിനാ പറയുന്നത്. അവരിങ്ങനെ നിനക്ക് നല്ല മുന്നോട്ട് പോകാനുള്ളതാ ഈ വഴിയാണ് അവർ കാണിച്ചു കൊടുക്കുന്നത്. അത് നല്ലോണം ശ്രദ്ധിച്ച്, മോള് കുട്ടിയാണ്, കുഞ്ഞാണ്, കളിക്കേണ്ട പ്രായമാണ്, എല്ലാം അറിയാം. പക്ഷെ എന്നാലും ഈ ഒരു സ്റ്റേജിൽ വരുമ്പോൾ ഇത് നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. ഈ 8 വയസ്സിലൊക്കെ നമുക്ക് ആലോചിക്കാൻ പോലും പറ്റൂല. അത് കിട്ടിയിരിക്കുകയാണ് മോക്ക്. അത് അവർ പറയുന്നൊക്കെ അങ്ങ് കേൾക്കുക, കേട്ടിട്ട് നല്ല പോലെ നന്നായിട്ട് വന്ന മോക്ക് നല്ലതാണ്. ഓക്കെ മോളെ, നന്നായിരുന്നു. കാരണം അവർ പറഞ്ഞൊക്കെ കേട്ടോളണം. കേട്ടോ മോളെ? ഓക്കെ, ഉമ്മ ഉമ്മ. ഓക്കെടാ. ശശിയേട്ടന്റെ ഏതെങ്കിലും പടത്തിൽ സലിൽദ മ്യൂസിക് ചെയ്തിട്ടുണ്ടോ? എന്റെ ഓർമ്മയിൽ ഇല്ല. ഇല്ല ഇല്ല, എന്റെ ഓർമ്മയിലുള്ളത് ശ്യാം സാറാണ്. എപ്പം നോക്കിയാലും ശ്യാമാണ്. ഇപ്പം മാർച്ച് 28 വന്നാലും പുള്ളി ശശിയേട്ടന്റെ ബർത്ത്ഡേക്ക് വിഷ് ചെയ്യുന്ന ഒറ്റ വ്യക്തി അങ്ങായിരുന്നു. ഇവൻ ഇപ്പോൾ പോയ കൊല്ലം ആ 28 വന്ന മാർച്ച് 28 വന്ന ശ്യാം സാർ വിളിച്ച് മോളെ ശശിയില്ല, അതുകൊണ്ട് ഞാൻ മോളുടെ അടുത്ത് പറയാന്ന് പറയും. എൻ്റെ അടുത്തും പറഞ്ഞിട്ടുണ്ട് ശശി സാറ്. ശ്യാം സാറിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടായ കംഫർട്ടും അദ്ദേഹത്തിന്റെ ട്യൂണും ശശി സാറിന്റെ പടവും തമ്മിലുള്ള ഒരു മാച്ച്. അതെ, അവര് എങ്ങനെ വെച്ചാല് റീറെക്കോർഡിങ് ഇടുന്നതായിരിക്കും അടുത്ത പടത്തിന്റെ പാട്ട്. അതെ, അതാണ് പാടി കേൾപ്പിച്ചു തന്നിരുന്നു. എല്ലാം ഇങ്ങനെ ഒരിക്കൽ കൂടി തൊട്ട് കേട്ടാ നമ്മള് റീറെക്കോർഡിങ് ആയിരിക്കും പാട്ട് അടുത്ത പടത്തിന്. അവർ തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ് ആണ്. അപ്പോ വൈഗയ്ക്ക് ഇന്ന് ഞാൻ തരുന്നത് 7.75 ഔട്ട് ഓഫ് 10. താങ്ക് യു സർ. കുട്ടി തൊട്ടടുത്തുണ്ട് ഞാൻ 7.5. താങ്ക് യു സർ. ഞാനും ഏകദേശം ആ പരിസരത്തൊക്കെ ഉണ്ട്. 7.75 again. താങ്ക് യു സർ. 23 marks out of 30. താങ്ക് യു സർ. ആൻഡ് മോൾക്ക് ഇന്ന് കിട്ടുന്നു 8 triple wow. താങ്ക് യു. താങ്ക് യു. ഇഷ്ടമുള്ള പൂക്കുറ്റി പറയും മക്കളെ. ഫാമിലി പൂക്കുറ്റി. വീട്ടുപേരെന്താണ്? കല്ലങ്ങാണ്. ആടി ഒരു കല്ലങ്ങാടൻ പൂക്കുറ്റി. ഫാമിലി അല്ലേ? സോ കൺഗ്രാറ്റുലേഷൻസ്, യു ആർ അവാർഡഡ് 8 triple wow. താങ്ക് യു. Wow. 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 അപ്പൊ നമ്മുടെ പ്രേക്ഷകരെല്ലാവരും പാട്ടൊക്കെ കേട്ടു. ഇനി എല്ലാവരും നോക്കിയിരിക്കുന്ന പോലെ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമയമാണ്. എല്ലാവരും ഇൻസൈറ്റ് മീഡിയ സിറ്റിയുടെ ടോപ്പ് സിംഗർ ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. ഇവിടെ QR കോഡ് കാണാൻ പറ്റും. അത് സ്കാൻ ചെയ്ത് പാട്ട് ഇഷ്ടമായിട്ടുള്ള എല്ലാവരും തന്നെ വേഗം വോട്ട് ചെയ്യുക. ഒപ്പം നമ്മുടെ ബാക്കി കണ്ടസ്റ്റൻസിനൊക്കെ ഇഷ്ടമുള്ള ഗ്രേഡും നൽകുക.
കൂട്ടുകാരും ബോർഡ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുകയാണല്ലോ. പഠിക്കുമ്പോൾ ടൈം പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ പറ്റാത്തതല്ലേ നിങ്ങൾ നേരിടുന്ന മെയിൻ പ്രോബ്ലം? എന്നാൽ 90+ ആപ്ലിക്കേഷനിൽ എക്സാം ഓറിയന്റഡ് ആയി തയ്യാറാക്കിയിരിക്കുന്നു. ഫോക്കസ് ഏരിയ മെറ്റീരിയൽസ് പഠിച്ചു കഴിഞ്ഞാൽ കൂട്ടുകാർക്ക് പരീക്ഷയും എത്തും മുന്നേ തന്നെ 90+ മാർക്ക് ഉറപ്പാക്കാൻ കഴിയും. കംപ്ലീറ്റ് സിലബസ് റിവൈസ് ചെയ്യാൻ ഓരോ ചാപ്റ്റേഴ്സും വീഡിയോസ് രൂപത്തിൽ ആനിമേറ്റഡ് വിഷ്വൽസ് ഉപയോഗിച്ചാണ് 90+ ഒരുക്കിയിട്ടുള്ളത്. സോ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ 90+ മൈ ട്യൂഷൻ ആപ്പ്. പാട്ടരങ്ങിൽ ചിരിയുടെ പെരുക്കം തീർക്കാൻ പാലക്കാട്ട് നിന്നും നമ്മുടെ തീർത്ഥക്കുട്ടി എത്തുന്നു. വെൽക്കം തീർത്ഥ ഓൺ സ്റ്റേജ്. ഇവിടെ ഒന്നും വേണ്ട. എന്ത്? അച്ചപ്പോ അരിമുറുക്കൊക്കെ വിൽക്കാൻ വന്നതല്ലേ? അയ്യോ അല്ല, ഞാൻ ഹോം നേഴ്സാ. നേഴ്സോ? അതിന് ആശുപത്രി ഒന്നും അല്ല. ആ പിന്നെ അപ്പൂപ്പനെ നോക്കാനേ ഈ പെണ്ണിനെ ഇവിടെ കൊണ്ടുവന്ന്. അപ്പൂപ്പൻ എപ്പോഴും ഇവളെ വായി നോക്കിയിരിക്കരുത്. അപ്പൂപ്പൻ പാവാ, ഞങ്ങള് വലിയ കൂട്ടുകാരാ അല്ലേ അപ്പൂപ്പ? അതെ. യു നോട്ടി, യു ബ്യൂട്ടി. ആ അവര് ഞാൻ പറഞ്ഞിട്ട് വന്നതാ. നീ എന്നാടാ വൃദ്ധസാധനം തുടങ്ങാൻ പോവാണോ? ഇവര് അപ്പൂപ്പനെ കാണാൻ വന്നതാ. എന്തിന്? അപ്പൂപ്പനല്ലേ എപ്പോഴും പറയാറ് ഒരു കല്യാണം കഴിക്കണമെന്ന്. ദാ ഇവരാരെങ്കിലും ഒരാളെ സെലക്ട് ചെയ്തോ. ഈ പഴയതൊക്കെ എടുക്കാൻ ഞാൻ ആക്രിക്കാരനല്ല. എന്റെ മനസ്സിലെ കൺസെപ്റ്റ് ഇതൊന്നും അല്ല. അതൊന്നും പറഞ്ഞാ പറ്റൂല. ഇവരിൽ ആരെങ്കിലും ഒരാളെ സെലക്ട് ചെയ്തേ പറ്റൂ. എനിക്ക് കല്യാണം വേണ്ട. എന്റെ സമ്മതം കൂടാതെ കെട്ടിക്കാനാ പ്ലാനെങ്കിൽ ഞാൻ വല്ല കടുങ്കയും ചെയ്യും. അപ്പൂപ്പൻ ആദ്യം ഇവരോടൊന്നും ഉണ്ട്. പേരെന്നാ? ദാക്ഷായണി. ഓ പല്ല് പോലും ഇല്ല. കിളവിയുടെ പേരെന്നാ? കോമളകുമാരി. ഇതെന്നാടാ മുറുക്കാൻ കടയോ? ഇതൊന്നും ശരിയാകത്തില്ല. അപ്പൂപ്പൻ സമ്മതിക്കും, ആ കാര്യം ഞാൻ ഏറ്റു. മോളുടെ കൂടെ ഞങ്ങളും ഉണ്ട്. തോറ്റുപോയല്ലോ അപ്പൂപ്പൻ, തോറ്റുപോയല്ലോ. കല്യാണ കൊതി പിടിച്ച് കളിച്ചു പോയല്ലോ. പാവം കറങ്ങിപ്പോയല്ലോ, കറങ്ങിപ്പോയല്ലോ. തോറ്റുപോയല്ലോ അപ്പൂപ്പൻ, തോറ്റുപോയല്ലോ. കല്യാണ കൊതി പിടിച്ച് കളിച്ചു പോയല്ലോ. പാവം കറങ്ങിപ്പോയല്ലോ, കറങ്ങിപ്പോയല്ലോ. തോറ്റുപോയല്ലോ അപ്പൂപ്പൻ, തോറ്റുപോയല്ലോ. തോറ്റുപോയല്ലോ അപ്പൂപ്പൻ, തോറ്റുപോയല്ലോ. കല്യാണ കൊതി പിടിച്ച് കളിച്ചു പോയല്ലോ. പാവം കറങ്ങിപ്പോയല്ലോ, കറങ്ങിപ്പോയല്ലോ. തോറ്റുപോയല്ലോ അപ്പൂപ്പൻ, തോറ്റുപോയല്ലോ. പെണ്ണിന്റെ തനുവിൽ തൊട്ടാൽ തളരുമപ്പൂപ്പൻ. കുളിരുകൊണ്ട് പനി പിടിച്ച് വിറയ്ക്കുമപ്പൂപ്പൻ. പെണ്ണിന്റെ തനുവിൽ തൊട്ടാൽ തളരുമപ്പൂപ്പൻ. കുളിരുകൊണ്ട് പനി പിടിച്ച് വിറയ്ക്കുമപ്പൂപ്പൻ. കുഴിയിലേക്കു കാലും നീട്ടിയിരിക്കുമപ്പൂപ്പൻ. പ്രണയത്തിന്റെ വെയിൽ കൊണ്ട് വിളറിപ്പോയല്ലോ. താന തന്തന 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 താന, താന തന്തന താന തന്തന താന. തോറ്റുപോയല്ലോ അപ്പൂപ്പൻ, തോറ്റുപോയല്ലോ. കല്യാണ കൊതി പിടിച്ച് കളിച്ചു പോയല്ലോ.
എടാ ഇത്രയും പ്രായമുള്ള കിളവികളൊന്നും അല്ല വേണ്ടത്. പിന്നെ ഏകദേശം ഈ നേഴ്സിന്റെ പ്രായം കറക്റ്റാ. ലുക്കും കൊള്ളാം. ഡാ അങ്ങോട്ട് വന്നേ. എന്താ? ആ ഹോം നേഴ്സ് പെണ്ണിനെ കെട്ടിയാലോ? ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റാ. എന്ന് വെച്ചാല് ആദ്യം കണ്ടപ്പോഴേ ഞാനൊരു സൈറ്റ് കൊടുത്തിട്ടുണ്ട്. മിക്കവാറും വളയും. തീർത്ഥക്കുട്ടി, ടോട്ടലി ഒരു വെരി ഗുഡ് പാക്കേജ് ആയിരുന്നു കേട്ടോ. താങ്ക് യു സർ. അപ്പൂപ്പാ, അയ്യോ ഒരു രക്ഷയില്ല കേട്ടാ. നീ അങ്ങ് കലക്കി. കാരണം നീയൊക്കെ വീഴുമ്പോ നിനക്ക് വേദനയൊന്നും എടുക്കുന്നില്ല. പിന്നെ എനിക്ക് ഏറ്റവും സങ്കടം തോന്നിയത് ഈ ആണുങ്ങളായിട്ടുള്ള ഇവരെല്ലാം പിടിച്ച് പെൺവേഷം കെട്ടിച്ചില്ല. നിങ്ങളൊക്കെ കല്യാണം കഴിച്ച് കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ യൂട്യൂബിനകത്ത് ഈ ഫോട്ടോ കാണും. ഇത് കേട്ടപ്പോഴത്തേക്ക് കല്യാണമൊക്കെ കഴിയുമ്പോഴും യൂട്യൂബിൽ കാണുമെന്ന് പറയുമ്പോ ഇവന്റെ ഭാര്യ എടുത്ത് ഇതായിരുന്നു നീ പണ്ട് കാണിച്ചത്. പക്ഷെ മോനെ, എന്തായാലും ആറ്റിറ്റ്യൂഡ് ഈസ് വെരി ഗുഡ്. പാട്ടൊക്കെ നന്നായിരുന്നു. അനുപല്ലവിലും ചരണത്തിലൊക്കെ ഇത്തിരി ശ്രുതിയുടെ പ്രശ്നം ഉണ്ടായിരുന്നു, അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ വലിയ ബ്ലോക്സ് ഒന്നുമില്ല. 90 വസന്തം കഴിഞ്ഞപ്പോൾ നടുകുനിക്കണ അവിടെയൊക്കെ കുറച്ച് ശ്രുതി ഉണ്ടായിരുന്നു. അതുപോലെ പെണ്ണിന്റെ തനുവിൽ തൊട്ടാൽ ശ്രുതിയുടെ ഉള്ളൂ. അല്ലാതെ ഇത്രയെങ്കിലും മോള് ചെയ്തല്ലോ, അതിനൊരു വലിയ കൈഡ് ഞാൻ തരും. കാരണം മോള് ഒന്നും എന്താണ് പറയുന്നത്, ഒരു പെർഫോമൻസ് ചെയ്യാത്തൊരു കുട്ടി ഇത്രയും ചെയ്തല്ലോ, അതിലെനിക്ക് വലിയ സന്തോഷമുണ്ട്. പാട്ടും ഒരു മിനിമം ഗ്യാരണ്ടിയിൽ പാടിയിട്ടുണ്ട്. കാരണം ഇതിനകത്ത് വലിയ കോംപ്ലിക്കേഷൻ ഇല്ല. ബട്ട് യു സാങ് ഇറ്റ് വെരി വെൽ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. മോള് ആദ്യമായിട്ടല്ലേ പെർഫോമൻസിലേക്ക് വന്നത് ഇങ്ങനെ സ്കിറ്റൊക്കെ ആയിട്ട്? ഫസ്റ്റ് ടൈം എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ മോൾ അടിപൊളിയായിട്ട് പെർഫോം ചെയ്ത് കേട്ടോ. സൂപ്പർ. മോളുടെ ഫസ്റ്റ് വന്നപ്പോൾ ഡയലോഗും കാര്യങ്ങളും എല്ലാം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ത്രൂ ഔട്ട് ദ സോങ് ഈ മുത്തശ്ശിമാരൊക്കെ കൂടെ ഇരുന്നിട്ടും അപ്പൂപ്പനെല്ലാം കഴിഞ്ഞപ്പോഴും തിരിച്ച് ഹോം നേഴ്സിനെ തന്നെയാണ് താല്പര്യം, ഇല്ലേ? അത്രയേ ഉള്ളൂ സംഭവം. എന്തായാലും വളരെ നന്നായിട്ടുണ്ട്. ഇനി പാട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് അതിൽ ഏറ്റവും നല്ലൊരു കാര്യം തോന്നിയത് മോള് കുറച്ചും കൂടി ഫ്ലെക്സിബിൾ ആയിട്ടുണ്ട്. മോൾക്ക് ആദ്യം ഉണ്ടായ ഒരു ചമ്മലും പേടിയും ഇതിങ്ങനെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാരെന്ത് വിചാരിക്കും, എനിക്ക് ചെയ്യാൻ പറ്റുമോ, അങ്ങനെയുള്ള യാതൊരു പ്രശ്നമില്ലാതെ മറ്റു കുട്ടികൾ ചെയ്യുന്നത് പോലെ തന്നെ തീർച്ചയായും ഒപ്പത്തിനൊപ്പം നിന്ന് ഡയലോഗും മൂവ്മെന്റ്സും ഇടയ്ക്കൊന്ന് കറങ്ങൊക്കെ ചെയ്തില്ലേ പാട്ടിൻ്റെ ഇടയിൽ? അതൊക്കെ നല്ല കാര്യങ്ങളാണ്. അപ്പം മോള് കുറച്ചും കൂടി മൂവ് ചെയ്ത് ഫ്ലെക്സിബിൾ ആയി തുടങ്ങി. പക്ഷേ ഈ മൂവ്മെന്റ്സിൻ്റെ ഇടയിൽ മോള് പിച്ച് കൈവിടാതെ ശ്രദ്ധിക്കണം. കാരണം ഇപ്പം മോളുടെ സിംഗിങ് നന്നായി വരുന്നുണ്ട്. അത് വരുന്ന സമയത്ത് ഇങ്ങനത്തെ ഡിസ്ട്രാക്ഷൻസ് കാരണം സിംഗിങ് വീഴരുത്. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു മോള് വെരി മച്ച് ഓൺ ദ റൈറ്റ് ട്രാക്കാണ്. എല്ലാം നന്നായിട്ട് തന്നെയാണ് ചെയ്തത്. പിന്നെ ധ്യാൻ അവിടെ സ്ലിപ്പായി വീണപ്പം ശരിക്കും ഞങ്ങൾ 4 പേരും ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് വന്നു. അയ്യോ, ഇത് വീണത് അബദ്ധത്തിൽ വീണതാണോ? അപ്പോൾ ആൾ ഒരു കുഴപ്പമില്ലാണ്ടങ്ങ് എഴുന്നേറ്റു. പിന്നെ അവിടെ ബാക്കിൽ പോയി ഇരിക്കാൻ നേരത്ത് ഞാൻ വിചാരിച്ചാൽ അവിടെ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ തന്നെ അവിടെ ചെന്ന് ഇരിക്കുമ്പോൾ റിലാക്സ് ആയിക്കോളും ആള്. നോക്കുമ്പോൾ അവിടെ നിന്ന് ഉരുണ്ടിട്ട് താഴോട്ട് വീണു. അപ്പം ഇതെല്ലാം സ്ക്രിപ്റ്റഡ് ആണെന്ന് മനസ്സിലായില്ല. ഞാൻ അത്രയും റിയലിസ്റ്റിക് ആയിട്ടാണ് ഇതെല്ലാം ചെയ്തത്. ഓക്കെ, വെരി നൈസ്, ഗുഡ്, സൂപ്പർ ആയിരുന്നു കേട്ടോ. താങ്ക് യു സർ. ഇതുപോലെ ആൾക്കാരൊക്കെ സ്റ്റേജിലുണ്ടെങ്കിൽ നന്നായിട്ട് പാടുമല്ലേ? നല്ല ധൈര്യത്തോടുകൂടി പാടിയില്ലെന്ന്. ഇന്ന് മുഖത്തത് കാണായിരുന്നു, നല്ല കോൺഫിഡൻസ്. ഇതുപോലെ എല്ലാ ദിവസവും നിർത്തട്ടെ പാടാൻ സ്റ്റേജിൽ. എന്തായാലും വളരെ നന്നായിരുന്നു കേട്ടോ തീർത്ഥക്കുട്ടി. താങ്ക് യു സർ. എനിക്ക് കുറച്ച് ഒരു ശ്രുതിയുടെ പ്രശ്നം തോന്നിയത് കുളിര് കൊണ്ട് പനി പിടിച്ച് വിറയ്ക്കും അപ്പൂപ്പൻ. ബാക്കി എല്ലാ ഭാഗവും മോള് നന്നായിട്ട് പാടി കേട്ടോ. ഈ പാട്ട് കേട്ടപ്പോ എനിക്കൊരു വേറൊരു പാട്ട് പാടാൻ തോന്നുന്നുണ്ട്. എല്ലാരും പാടത്ത് സ്വർണം വീതച്ചു, ഏനെന്റെ പാടത്ത് സ്വപ്നം വീതച്ചു. സ്വർണം വിളഞ്ഞതും 100 മേനി, സ്വപ്നം വിളഞ്ഞതും 100 മേനി. എല്ലാരും പാടത്ത് സ്വർണം വീതച്ചു, ഏനെന്റെ പാടത്ത് സ്വപ്നം വീതച്ചു. സ്വർണം വിളഞ്ഞതും 100 മേനി, സ്വപ്നം വിളഞ്ഞതും 100 മേനി. ഓക്കെ, താങ്ക് യു സർ. തീർത്ത നന്നായിരുന്നു മോളെ. താങ്ക് യു മാം. അപ്പൂപ്പ
അപ്പൂപ്പ നീ ഒരു നടനാവും അപ്പൂപ്പ, താങ്ക് യു. ഉറപ്പാണ്. ഇന്നല്ലെങ്കിൽ നാളെ എഴുതി വെച്ചോ, നീ ഒരു നടനാവും. ഞാൻ ഓൾറെഡി അവനെ ഏറ്റെടുത്ത് കഴിഞ്ഞു. അസല് നടനാവും. താങ്ക് യു. എല്ലാവരും നന്നായിരുന്നു, എല്ലാ കുട്ടികളും നന്നായിരുന്നു, അസലായിരുന്നു. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. തീർത്ഥക്കുട്ടി, ഇന്ന് അങ്കിൾ തരുന്ന മാർക്ക് 8.5 ഔട്ട് ഓഫ് 10. താങ്ക് യു സാർ. സെയിം 8.5 ഔട്ട് ഓഫ് 10. താങ്ക് യു സാർ. അപ്പൊ തീർത്ഥക്കുട്ടിക്ക് മധുവങ്കിൾ തരുന്നു 8.75. താങ്ക് യു സാർ. So you got 25.75 out of 30. താങ്ക് യു സാർ. വാവ്, ദാറ്റ് മീൻസ് എന്താണ് കിട്ടിയത്? എക്സ്ട്രീം. വാവ്, എ എക്സ്ട്രീം. താങ്ക് യു സാർ. ആടി ഒരു അപ്പൂപ്പൻ പൂക്കുറ്റി. Congratulations, you are awarded A extreme. താങ്ക് യു സാർ. അപ്പൊ നമ്മുടെ പ്രേക്ഷകരെല്ലാവരും പാട്ടൊക്കെ കേട്ടു. ഇനി എല്ലാവരും നോക്കിയിരിക്കുന്ന പോലെ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമയമാണ്. എല്ലാവരും ഇൻസൈറ്റ് മീഡിയ സിറ്റിയുടെ ടോപ്പ് സിംഗർ ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. ഇവിടെ QR കോഡ് കാണാൻ പറ്റും. അത് സ്കാൻ ചെയ്ത് പാട്ട് ഇഷ്ടമായിട്ടുള്ള എല്ലാവരും തന്നെ വേഗം വോട്ട് ചെയ്യുക. ഒപ്പം നമ്മുടെ ബാക്കി കണ്ടസ്റ്റൻസിനൊക്കെ ഇഷ്ടമുള്ള ഗ്രേഡും നൽകുക. ടാറ്റ അപ്പൂപ്പനും അമ്മച്ചിമാർക്കും എല്ലാവർക്കും ടാറ്റ ടാറ്റ. രാഗവിരുന്നിന് പാട്ടിന്റെ ചന്തവുമായി നമ്മുടെ അക്ഷിത് എത്തുന്നു. വെൽക്കം അക്ഷിത് ഓൺ സ്റ്റേജ്. അക്ഷു, ഹലോ. എന്തുകൊണ്ട് അക്ഷു? അങ്ങനെ കണ്ടോ സുഖം സാർ. നെഞ്ചത്തൊരു ഇഞ്ചൊക്കെ. ആ, അത് വേറെന്തോ അർത്ഥമാണ്. എന്ത് വേണ്ട എന്നുള്ളതാണ്. എന്താ അല്ലേ, വേണ്ടത്? മാർക്ക് വേണ്ട, അയ്യോ ഗ്രേഡ് ഗ്രേഡ് വേണ്ട. വേണ്ട. ആണോ? വാവു വേണ്ടെന്നാ. ഓ, വേണ്ട. ഏത് പാട്ടാ അത് കേക്കട്ടെ. ഉത്തര സ്വയംവരം. ഇത് അങ്കിളിനെ കൊണ്ട് പണ്ടൊരു കമ്മീഷണർ ഓഫ് പോലീസ് ഉണ്ടായിരുന്നു, ഭുവനേന്ദ്രൻ നായർ. ട്രിവാൻഡ്രത്തായിരുന്നു. വെള്ളനാടാണ് അദ്ദേഹത്തിന്റെ വീട്. അദ്ദേഹത്തിന്റെ മകൻ ശ്രീനഗേഷ് ഈസ് ദ സീനിയർ മോസ്റ്റ് പൈലറ്റ് ഇൻ ചണ്ഡീഗഡ്. ഞങ്ങളൊരു ക്ലാസ്മേറ്റ് ആണ്. എപ്പം ഞാൻ വീട്ടിൽ ചെന്നാലും, അപ്പോൾ വീട്ടിൽ പോകുമ്പോൾ എന്തെങ്കിലും പലഹാരം കിട്ടും. അപ്പോൾ അതനുസരിച്ചാണ് ഞാനും എൻ്റെ കൂട്ടുകാരൻ രവി പോറ്റി എല്ലാവരും കൂടെ അവിടെ പോകുന്നത്. എപ്പോൾ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ആ ഉത്തരാസ്വയംവരം ഒന്ന് പാടും. ഞാനൊരു 100 പ്രാവശ്യമെങ്കിലും ഉത്തരാസ്വയംവരം പാടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഓർമ്മയിൽ വന്നു പെട്ടെന്ന് ആ പാട്ട് കേട്ടപ്പോൾ. അപ്പോൾ അതിന് നല്ല രസമുള്ള പാട്ടാണ്, നല്ല രാഗഭാവമുണ്ട്. മോൻ കലക്കും, ഉറപ്പാണ്. അതാണ് കോൺഫിഡൻസ്. ഓക്കെ സർ. ഈ ചാനലിൽ ഇതേ പ്രോഗ്രാമിൽ കുറേ പ്രാവശ്യം പ്രേക്ഷകർ കേട്ട പാട്ടാണ് അതിൻ്റെ തുണ്ടുകളായിട്ട്. ഒന്നിക്ക് മധു അല്ലെങ്കിൽ ശ്രീകുട്ടൻ ചേട്ടനൊക്കെ പാടിയിട്ട്. അപ്പം ഇന്ന് മോൻ അടിച്ചു പൊളിച്ചത് പാട്. മാത്രമല്ല ദീപുവിന് വളരെ ഇഷ്ടമുള്ള രാഗമാണ് ഹര ഹര പ്രിയ. യെസ്. അപ്പം അതുകൊണ്ട് ഇന്ന് എ വാവ് വേണ്ട, അതെ, ഓക്കെ സർ. ഡബിൾ വാവ് മേടിക്കും. അയ്യോ, അത് വേണ്ട, അത് വേണം, അത് വേണ്ട, ട്രിപ്പിൾ വാവ് കിട്ടും. അത് കിട്ടത്തില്ല. അത് കിട്ടില്ലേ? എത്ര ഉറപ്പാണോ? ആയിരിക്കും. എക്സ്ട്രീം വേണോ? വേണോ? എന്നാലും കുഴപ്പമില്ല. ശരി, നോക്കാം. ഹലോ ആന്റി. ഹായ്, എങ്ങനെ മോഹൻലാലിനെ പോലെ കാണിക്ക്. ചിരിക്കുന്നൊന്ന് കാണിച്ചു കൊടുത്തേ. കാണിച്ചേ. സൂപ്പർ, ആന്റിക്ക് ഇഷ്ടപ്പെട്ടു. വെരി ഗുഡ്, സൂപ്പർ മോനെ. അങ്ങനെയൊക്കെ ഉള്ള ചെറിയ കൃമാണി വിദ്യകളുണ്ട് കയ്യിൽ. കൈകള്. അതെ. ഓൾ ദ ബെസ്റ്റ്. മോനെ കുറച്ചുകൂടെ രാഗഭാവം വരുത്തണേ. അതായത് കുടമാളൂർ സൈരന്ദ്രിയായി മാങ്കുളം മാങ്കുളം ബൃഹന്തളനായി ഹരിപ്പാട്ട് രാമകൃഷ്ണൻ മലലനായി ദുര്യോധന വേഷമിട്ട് ഗുരു ചെങ്ങന്നൂര് വന്നു വാരണാസിതൽ ഗന്ധമുഴ. ആ, ഒരുപാട് സംഭവം ഉണ്ട് അതിനകത്ത്. അതിനകത്ത് ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ. ഗമകം അല്ലേ? ഉത്തരാ സ്വയംവരം കഥകളി കാണുവാൻ ഉത്രാടരാത്രിയിൽ പോയിരുന്നു. കാഞ്ചന കസവുള്ള പൂഞ്ചേലയുടുത്തവൾ നെഞ്ചയും അമ്പുമായി വന്നിരുന്നു. ഉത്തരാ സ്വയംവരം കഥകളി കാണുവാൻ
സർ. ഇന്ന് വളരെ രസമായിട്ട് പാടി, രസകരമായിട്ട് പാടി. പക്ഷെ ഒരു ചെറിയ ബുദ്ധിമുട്ടുള്ള പോലെ തോന്നി. ചുമയോ? അതെ. അത് കാരണം ഈ ശ്രുതി അവിടെ ഇവിടെയൊക്കെ കുറച്ചൊക്കെ പോയി. സാധാരണഗതിയിൽ നൂലിട്ട പോലെ ശ്രുതി ഇങ്ങനെ നിൽക്കുന്നതാണ്. ഇന്ന് ശ്രുതി മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കുറച്ച് രാഗഭാവങ്ങൾ. പാട്ട് ടോട്ടലായിട്ട് ഇപ്പോൾ ഒരു നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഗീത പ്രേമി കേട്ട് കഴിഞ്ഞാൽ പാട്ട് നന്നായിരുന്നു എന്ന് പറയും. പക്ഷെ അതിൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കണം. പറ്റും, മോന് പറ്റും. കാരണം ഇന്നത്തെ തൊണ്ടയുടെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കുന്നു. കുഴപ്പമില്ല. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞങ്ങളുടെ നാടിനെക്കുറിച്ച് പറഞ്ഞതിന് താങ്ക് യു. കാരണം തമ്പിച്ചേട്ടൻ എഴുതുമ്പോഴത്തേക്ക് തമ്പിച്ചേട്ടൻ ഞങ്ങളൊരു നാട്ടുകാരാണ്. ഹരിപ്പാട്ട് രാമകൃഷ്ണൻ വലലനായി, അതുപോലെ തന്നെ കുടുമാളൂർ സൈരന്ദ്രയായി, എന്തൊരു എഴുത്താണ്, എന്തൊരു കാവ്യാത്മകമായിട്ടുള്ള വരികളാണ്. ദക്ഷിണാമൂർത്തി സ്വാമിയുടെ സംഗീതവും എല്ലാം കൂടെ ചേർന്നപ്പോഴത്തേക്ക് പിന്നെ ആര് പാടിയത് പറയണോ? പിന്നെ 7.5 ടണ്ണാണ് വന്ന് ഇങ്ങോട്ട് ഫ്രണ്ടിൽ വീഴുന്നത്. ദുര്യോധന എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ധനമായിരിക്കും അത്. അപ്പോൾ മോനും നന്നായിട്ട് അറ്റംപ്റ്റ് ചെയ്തു. പക്ഷേ ഇങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അടുത്ത തവണ ശബ്ദമൊക്കെ ശരിയായിട്ട് വന്നിട്ട് ഈ പാട്ട് ഒരിക്കൽ കൂടി എനിക്ക് പാടി കേൾക്കണം. ആ ഭാവത്തിൽ കയറി ശ്രുതി ശുദ്ധമായിട്ട് ഹരഹരപ്രിയ എന്നാ പിടിച്ചോടാ എന്ന് പറഞ്ഞിട്ട് പാടണം. ചേട്ടാ, ഈ 7.5 ടണ്ണ് പറഞ്ഞില്ലേ, അത് അരയുടെ ഒരു പ്രത്യേകത? അതെ, 7 നോട്ട്സ് ആണല്ലോ. അതിന്റെ മേളിലൊരു അരയും കൂടെ. ഓ, അത് ശരി. അപ്പൊ അതിന് ഒരു വലിയൊരു സംഭവം തന്നെ. അപ്പൊ എന്തായാലും മോൻ പാടിയത് ഒരു കുട്ടികളുടെ ഷോ വെച്ച് നോക്കുകയാണെങ്കിൽ ഫാർ അഹെഡ് ഉള്ള ഒരു സ്റ്റാൻഡേർഡിലാണ് പാടുന്നത്, സമ്മതിച്ചു. പക്ഷെ മോന്റെ സാധാരണ വരുന്ന ഇവിടുത്തെ ഒരു സ്റ്റാൻഡേർഡ് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു പടിക്ക് വീണു എന്നാണ് എനിക്ക് തോന്നിയത്. അത് വേറെ ഒന്നും കൊണ്ടല്ല, അത് പ്രശ്നം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. മോൻ പാടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ BGM വരെ തിരിഞ്ഞു നിന്ന് തൊണ്ട ശരിയായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് ഞാൻ കണ്ടു. ഒരു കരകരപ്പുണ്ട് ശബ്ദത്തിൽ. ആ കരകരപ്പ് ഉള്ളതുകൊണ്ടാണ് പലയിടത്തും അങ്ങ് ഇങ്ങനെ വരുന്നൊരു സംഭവമില്ലേ, അതല്ലാത്ത ഒരു എന്തൊക്കെയോ ഒരു സ്ക്രാച്ച് ഉള്ളതുകൊണ്ട് ഒരു ക്ലീൻ ആയിട്ടുള്ളൊരു ശ്രുതി ഫീൽ ചെയ്തില്ല. അപ്പം അത് ഹെൽത്ത് പ്രോബ്ലം ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കൂടുതൽ അതിൻ്റെ മുകളിൽ അത് കാരണം വന്ന പ്രശ്നങ്ങളൊന്നും ഞാൻ എടുത്ത് പറയുന്നില്ല. ഓവറോൾ നോക്കുകയാണെങ്കിൽ ഡീസൻറ്റ് പെർഫോമൻസ് ആയിരുന്നു. ഒരിക്കലും ഇതൊരു വളരെ താണു പോയി എന്നൊന്നും പറയാനില്ല. എന്നാലും പെട്ടെന്ന് റിക്കവർ ചെയ്തിട്ട് മോൻ തിരിച്ചു വാ. ഓൾ ദി ബെസ്റ്റ്. വളരെ നന്നായിട്ട് പാടി മോൻ കേട്ടോ. ഇപ്പോൾ ഈ കുഞ്ഞു പ്രായത്തിൽ ഇത്രയൊക്കെ പാടുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു കാര്യമാണ്. ഇതുപോലുള്ള പാട്ടുകൾ ഈ സ്ട്രെയിൻ വെച്ചിട്ടും ഇത്ര നന്നായിട്ട് പാടിയില്ലേ, അതിന് ഒരു സ്പെഷ്യൽ കൈയടി കേട്ടോ. ഇത് ഖരഹര പ്രിയാണ്, അതുകൊണ്ടാണ് തൊണ്ടിലൊരു ഖരഹരപ്പ്. എന്താ ഇത്? ഗോൾഡൻ ക്രൗൺ. അപ്പോൾ ഇത് കേട്ടപ്പോൾ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നത് രാജസേനൻ ചേട്ടൻ്റെ ഒരു ഫിലിമുണ്ട്, അതിൽ മോഹൻ ചേട്ടൻ സംഗീതം ചെയ്തത്. ധനുമാസ പെണ്ണിന് പൂത്താലം മകരത്തിൽ കുളിരും നാണം, കുംഭത്തിൽ മംഗല്യമകം തൊഴണം, പിന്നെ മീനത്തിൽ അവളുടെ താലികെട്ട് ഒരു പാട്ട്. അതുകൂടാതെ ജയമാഷ് മ്യൂസിക് ചെയ്ത ദാസേട്ടൻ പാടിയ മയിൽപീലി എന്ന ആൽബത്തിലെ ഗുരുവായൂരപ്പൻ്റെ ഭക്തിഗാനത്തിലെ യമുനയിൽ ഖരഹര പ്രിയയായിരുന്നെങ്കിൽ മഴമുകിലെ നിന്നെ തഴുകിയേനേ, നീ എന്നുമെന്നുള്ളിൽ പ്രേമ സംഗീതത്തിൽ നീരാടി നിഗമങ്ങൾ തീർത്തേനേ. യമുനയിൽ ഖരഹര പ്രിയയായിരുന്നെങ്കിൽ മഴമുകിലെ നിന്നെ തഴുകിയേനേ, നീ എന്നുമെന്നുള്ളിൽ പ്രേമ സംഗീതത്തിൽ നീരാടി നിഗമങ്ങൾ തീർത്തേനേ. ഓക്കെ. അപ്പൊ എന്തായാലും മോൻ നന്നായിട്ട് പാടി. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. മോനെ അസലായി പാടി മോനെ. താങ്ക് യു മാം. പിന്നെ ഈ ശ്രീകുട്ടൻ സാർ പറഞ്ഞ പോലെ വീണ്ടും തൊണ്ടയൊക്കെ ശരിയാക്കി ഈ പാട്ട് പാടി അദ്ദേഹത്തിന്റെ മുമ്പിൽ കാണിക്കണം. ഓക്കേ മാം. പ്രോമിസ്? പ്രോമിസ്. അതെ. അതുപോലെ ഈ ഇടയ്ക്ക് ഒരു ഞാൻ എപ്പോഴും കൊടുങ്ങല്ലൂർ പോവും. കൊടുങ്ങല്ലൂർ പോയി ഗുരുവായൂരപ്പൻ്റെ അടുത്ത് തൊഴുതിട്ട് വീട്ടിൽ മടങ്ങും. അതാണ് എൻ്റെ പതിവ് എല്ലാ വർഷവും. അപ്പോൾ എൻ്റെ കൂടെ ഒരു പ്രാവശ്യം ദാസേട്ടൻ ഉണ്ടായിരുന്നു.
എവിടെ പോകുന്നു മോളെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ കൊടുങ്ങല്ലൂരിൽ പോയിട്ട് ഗുരുവായൂരപ്പനെ കണ്ടിട്ട് വരൂ. അപ്പൊ ദാസേട്ടൻ പറയാണ് അമ്മ സമ്മതിച്ചു, പക്ഷെ മോൻ സമ്മതിക്കുന്നില്ല എന്നാ വരാൻ. അങ്ങനെ ഓർത്തു, ഇതെന്താ അത് പെട്ടെന്ന് പിടിയിട്ടില്ല എനിക്ക്. അമ്മ സമ്മതിച്ചു, മോ എന്നെ സമ്മതിക്കുന്നില്ല വരാന്ന് പറഞ്ഞപ്പോ ഞാൻ ഒരു സെക്കൻഡ് അങ്ങ് ഓർത്തു പോയി. ഞാൻ പിന്നെ മനസ്സിലാക്കി, ഇങ്ങനെ ഗുരുവായൂരിന്റെ ടെമ്പിളിൽ പോകാൻ പറ്റാത്തോണ്ട് പുള്ളി ആ ഒരു ഇതിൽ ഫീലിംഗിൽ എന്ത് രസമായിട്ടാ പുള്ളിക്കാരൻ പാടുന്ന കൃഷ്ണനെ. കൃഷ്ണ ആ മനുഷ്യനെ എന്നെങ്കിലും ഒന്ന് കേട്ടണം കേട്ടോ. ഞാൻ ഇപ്പൊ പറയാണ്. നന്നായിരുന്നു മോനെ. കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു മാം. ഓക്കെ അമ്മ. ഒറ്റ പ്രാവശ്യം ഞാൻ ചോദിക്കുന്നു, ഓക്കെ. നിരീശ്വരവാദികൾ നിർമ്മിച്ച സിനിമയുടെ പേരെന്താണ്? ഗോഡ്സില. ഏ ഗോഡ്സില. ഇതാരോ ചെവിയിൽ ഓതുന്നുണ്ട്. ആര് ചെവിയിലോതാ? മൂക്ക് താഴെക്കൊണ്ടിരിക്കുന്ന ആള്. ഗോഡ്സില. ഗോഡ്സില്ല. നീ ചോദിക്കേ. ഒരു സാധനത്തില് നിറച്ച് താക്കോലാണ്, മുഴുവൻ താക്കോല, പക്ഷെ ഒറ്റ ഡോറ് പോലും അത് വെച്ച് തുറക്കാൻ പറ്റില്ല. അത് ഒറ്റ വാതിൽ തുറക്കാൻ പറ്റുമല്ലോ. ഇല്ല, ഒരു രണ്ട് വാതിൽ തുറക്കണമല്ലോ. കീ കൊണ്ടല്ലേ തുറക്കുന്നേ? കീബോർഡ്. കീ വേണ്ടായിരുന്നു. താക്കോൽ അത്ര ഞാൻ കൊണ്ടുവന്നേന്ന്. ശരി, ഓക്കെ. കീബോർഡ്. കഴുതയും മനുഷ്യനും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണ്? കഴുതയ്ക്ക് വാലുണ്ട്, മനുഷ്യന് വാല്. മനുഷ്യന്മാര് ഞാൻ പറയാം, കഴുതയെന്ന് വിളിക്കും, കഴുത. പക്ഷെ കഴുത മനുഷ്യനെ പറഞ്ഞേനെ അത്. ഞാൻ പറഞ്ഞേനെ അത്. ശശിയേട്ടെ സിംഫണി എടുത്തപ്പം ശശിയേട്ടെ എല്ലാരും വിളിക്കുന്നത് കഴുതകുട്ടി എന്നാണ്. അപ്പൊ അവിടുത്തെ രംഗം എന്ന് പറഞ്ഞൊരു ശശിയേട്ടന്റെ എല്ലാ പടം ഉണ്ടാവും രംഗൻ. പുള്ളിക്കാരൻ ചോദിക്കാണ്, ശശിയേട്ടൻ എല്ലാവരും കഴുതകുട്ടി എന്ന് വിളിക്കും, മോളെ എന്ത് വിളിക്കുന്നു, മോളെ എന്ത് വിളിക്കൂന്ന്. കഴുതകുട്ടി എന്ന് വിളിച്ചാ അപ്പൊ കഴുതാര് ചോദിക്കും. അപ്പൊ അങ്ങനെ ഒരു എല്ലാവരും കഴുതകുട്ടി കഴുതകുട്ടി. ആ പടത്തിൽ മാത്രം കഴുതകുട്ടി എന്നുള്ള വാക്ക് വന്നില്ല ശശിയേട്ടൻ. എന്തുകൊണ്ടാന്ന് എനിക്കറിയില്ല. ബേബി ഈ രംഗം പറഞ്ഞത് കേട്ട് കാണും. അപ്പൊ കഴുതക്കുട്ടി കഴുതകുട്ടി കഴുതേന്റെ കുട്ടി ആരാണ്? അപ്പൊ കുട്ടി ഇതാണ്, നീ കഴുത ആര്? അങ്ങനെ ഒരു സംഭവം ഉണ്ട് ഈ കഴുതയിൽ. അക്ഷത്, എന്തോ അക്ഷത്തിന് ഇന്ന് തരുന്ന മാർക്ക് 8.75 out of 10. താങ്ക് യു സർ. അക്ഷത്തിന് ഞാൻ തരുന്നു 8.5 out of 10. താങ്ക് യു സർ. അക്ഷത് കുട്ടന് ഞാൻ തരുന്നു 8.75. താങ്ക് യു സർ. So Akshit, you got 26 out of 30. താങ്ക് യു സർ. അപ്പൊ അക്ഷത്ത് വിചാരിച്ചതുപോലെ അല്ലെങ്കിൽ പേടിച്ചതുപോലെ ഈ വാവോ ഡബിൾ വാവോ ട്രിപ്പിൾ വാവോ ഒന്നുമല്ല. അക്ഷത്തിന് ഇന്ന് കിട്ടിയിരിക്കുന്നത് എക്സ്ട്രീം. താങ്ക് യു സർ. ഒരു കരഹരപ്രിയ പൂക്കുറ്റി ആയാലോ? എന്നാ പോരട്ടെ. കൺഗ്രാറ്റുലേഷൻസ്, യു ആർ അവാർഡഡ് എ എക്സ്ട്രീം. താങ്ക് യു സർ. അപ്പൊ നമ്മുടെ പ്രേക്ഷകരെല്ലാവരും പാട്ടൊക്കെ കേട്ടു. ഇനി എല്ലാവരും നോക്കിയിരിക്കുന്ന പോലെ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമയമാണ്. എല്ലാവരും ഇൻസൈറ്റ് മീഡിയ സിറ്റിയുടെ ടോപ്പ് സിംഗർ ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. ഇവിടെ QR കോഡ് കാണാൻ പറ്റും. അത് സ്കാൻ ചെയ്ത് പാട്ട് ഇഷ്ടമായിട്ടുള്ള എല്ലാവരും തന്നെ വേഗം വോട്ട് ചെയ്യുക. ഒപ്പം നമ്മുടെ ബാക്കി കണ്ടസ്റ്റൻസിനൊക്കെ ഇഷ്ടമുള്ള ഗ്രേഡും നൽകുക. ആലാപന വിരുന്നൊരുക്കി പ്രേക്ഷക മനം കവർന്ന പാലക്കാട്ടുകാരൻ. വെൽക്കം ശ്രീഹരി ഓൺ സ്റ്റേജ്. ഹലോ 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 ഹലോ. ഹോ ഭാഗ്യം, എല്ലാം കേൾക്കുന്നുണ്ട്. ചേട്ടാ മൈക്കൊക്കെ റെഡിയല്ലേ? പിന്നെ മൈക്കൊക്കെ എപ്പോഴേ റെഡിയാ, നിങ്ങൾ തുടങ്ങിയാ മതി. അല്ല ശരിക്കും ഇവിടെ എന്താ പരിപാടി? അതെ, ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു കവിയുണ്ട്. പുള്ളിക്കാരനെ ഗിന്നസ് ബുക്കിൽ കയറാൻ വേണ്ടി ഒറ്റ ദിവസം കൊണ്ട് 500 കവിത എഴുതി. അങ്ങേര് സ്വന്തമായിട്ട് കാശ് മുടക്കി അങ്ങേർക്ക് തന്നെ സ്വീകരണം കൊടുക്കുന്ന പരിപാടിയാണിത്. അപ്പൊ ഇവിടെ നിങ്ങളുടെ കുടുംബക്കാര് മാത്രമേ ഉള്ളോ? പുള്ളിയുടെ കവിത വേറെ ആരെങ്കിലും കേക്കോ? പുള്ളിയോടുള്ള താല്പര്യം കൊണ്ടൊന്നുമല്ല, പുള്ളി കൊടുക്കുന്ന ഫുഡ് കഴിക്കാൻ വേണ്ടിയാ ഈ കുടുംബക്കാരെല്ലാം വന്നേക്കണത്. ആ പിന്നെ ചേട്ടാ, ലൈറ്റിന്റെ കാര്യം എന്തായി? നിങ്ങൾ പരിപാടി തുടങ്ങിക്കോ, ലൈറ്റ് ഒക്കെ കൃത്യസമയത്ത് കത്തിക്കോളും. പ്രിയമുള്ള കുടുംബക്കാരെ, നമ്മളെ ഒരു ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന നമ്മുടെ സ്വന്തം കവി
ദിവസത്തിനുള്ളിൽ ഇവിടെ എത്തിച്ചേരുന്നതാണ്. പ്രിയമുള്ള ചേട്ടന്മാരെ ചേച്ചിമാരെ, എന്താണ് ഈ കവിത? ആഹാ, അപ്പൊ ഇതൊന്നും അറിയാതെയാണോ ഇങ്ങോട്ട് വന്നത്? ഈ കവിത എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ അന്തസ്പുറത്ത് നിന്നും വിളകിച്ചെത്തുന്ന പുസ്തകമസ്തത്തിന്റെ അസ്ത്രപുരത്തിന്റെ വിശ്വപിഞ്ചാബലത്തിന്റെ ചേപരമല്ലേ കവിത? ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ തുപ്പൽമഴ എന്നാ പറയുന്നത്. അവന്റെ ഒരു കവിത. പ്രിയമുള്ളവരെ, എന്റെ ഏറ്റവും പുതിയൊരു കവിത ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചൊല്ലാം. ഇറങ്ങേകം പൂവും കൊണ്ടേ പൂജക്കായി ക്ഷേത്രത്തിൽ പോകുമ്പോൾ പൂക്കാരി നിന്നെ കണ്ടു ഞാൻ. ചിത്രം എത്ര വട്ടം കണ്ടു നീ? 5 പ്രാവശ്യം. ആ, ചുമ്മാതല്ല അതിലെ പാട്ടും പാടിക്കൊണ്ട് വരുന്നത്. ഇതാരത്? നമ്മുടെ കുടുംബത്തില് കണ്ടിട്ടില്ലല്ലോ. എന്റെ ചേട്ടാ, ഇത് മൈക്കിന്റെ ആളാ. മൈക്കിളിന്റെ ആളോ? ഏത് മൈക്കിളിന്റെ? മൈക്കിളിന്റെ അല്ല, മൈക്ക് സെറ്റിന്റെ ആളാന്ന്. പുള്ളിയോടൊന്നും ആവശ്യമില്ലാതെ പറഞ്ഞേക്കല്ലേ. അതെന്താ പറഞ്ഞാല്? ചേട്ടന്റെ പരിപാടിയാന്ന് അറിഞ്ഞപ്പോ ഒറ്റ മൈക്ക് സെറ്റ് ആയിരുന്നു വന്നില്ല. അവസാനം ഞാൻ കൈയും കാലും പിടിച്ചാണ് ഇയാളെ കൊണ്ടുവന്നേക്കണത്. എന്നാ പിന്നെ ഫുഡ് കൊടുത്താലോ? ഈ ഫുഡ് ഇപ്പൊ കൊടുക്കണ്ട. എന്നെ ആരും ആദരിച്ചിട്ടില്ല. ഈ സ്വീകരണം എന്നൊക്കെ പറയുമ്പോ ആദരിക്കുകയൊക്കെ ചെയ്യണ്ടേ? ചേട്ടൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് അവരൊരു അക്ഷരം പോലും മിണ്ടാതെ അവിടെ ഇരുന്നില്ലേ? ആ, അത് തന്നെയാ അവര് ചേട്ടന് നൽകിയ ഏറ്റവും വലിയ ആദരവ്. സരസ, ബാലനെന്താ ഇവിടെ? ഹോ, ബാട്ടെ ഫ്ലഫ്രസ് വസഫ്. എന്നാന്ന്? എടാ, ഒട്ടും പ്രതീക്ഷിച്ചില്ലെന്ന്. തന്റെ ഈ പരിപാടിയെ കുറിച്ച് അറിഞ്ഞു വന്നതാ. എന്നാൽ ഒറ്റ ദിവസം കൊണ്ട് 500 പാട്ടൊക്കെ എങ്ങനെ എഴുതി സരസ? ആശയദാരിദ്ര്യമില്ലല്ലോ, കടല് പോലെ കിടക്കുമല്ലേ. അതെ, മനസ്സിലായില്ലേ? ഇത് ബാർബർ ബാലനെ കുറിച്ച് ഞാനൊരു ഉഗ്രൻ കവിത എഴുതിയിട്ടുണ്ട്. ചൊല്ലട്ടെ? ഇനി താൻ കവിത ചൊല്ലിയാ ഞാൻ മൈക്ക് ഓഫ് ചെയ്യും. അതെ, പ്ലീസ് മൈക്ക് ഓഫ് ചെയ്യരുത്. ഈ ബാലെന്ന് പറഞ്ഞതേ അശോകരാജിന്റെ കൂട്ടുകാരനാ. എന്റെ പാട്ടെങ്ങാനും ഇഷ്ടപ്പെട്ട് സിനിമയിലെ 2 പാട്ട് എഴുതാൻ അവസരം കിട്ടിയാലോ? ആ, എന്നാ എന്തേലും കാണിക്ക്. അനുഭവിക്കുകയല്ലേ നിവർത്തിയുള്ളൂ.
ബാല എങ്ങനെയുണ്ടായിരുന്നു എന്റെ പാട്ട്? ആ പാട്ടൊക്കെ കൊള്ളാം. സമയം കളയാതെ വന്നിരിക്ക്. എന്തിന്? തന്റെ മുടി വെട്ടാൻ. ബാല, ഞാൻ ഗിന്നസ് ബുക്കിൽ കയറാൻ പോകുന്ന ആളാ. ഈ മുടിയേ എന്റെ ഐഡന്റിറ്റിയാ. ആ ഗിന്നസ് ബുക്കുകാരൻ എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. എന്തിന്? തന്റെ മുടിയൊക്കെ വെട്ടി മെനയാക്കി ഇനി മേലാത്താൻ കവിത എഴുതത്തില്ലെന്ന് സത്യം ചെയ്യിക്കാൻ. ഇരിക്കടോ അവിടെ. കുറെ കാലം കൂടി ഒരു പണി കിട്ടിയത്. തന്റെ മുടി വെട്ടി കിട്ടുന്ന കാശിന് വേണം എനിക്ക് അരി മേടിക്കാൻ. എന്നാ താൻ ഒരിക്കലും അരി മേടിക്കില്ല. അതെന്താ? ഇതിൽ ഇനി വെട്ടാൻ എവിടുന്നാ മുടി? മക്കളെ മണിയാ, സാർ. സൂപ്പറായിരുന്നടാ. താങ്ക് യു സാർ. ആദ്യം എടുത്തു പറയേണ്ടത് നിങ്ങളുടെ ഡയലോഗ് പ്രസന്റേഷൻ ഗംഭീരമായിരുന്നു. പിന്നെ പാട്ട് രസമായിട്ട് പാടി. കഥ പറയുമ്പോൾ എന്ന ഈ ചിത്രം കാണാത്തവരായിട്ട് ആരുമില്ല. അത്രയ്ക്ക് മനോഹരമായിട്ടൊരു ചിത്രമാണ്. മമ്മൂക്കയും അതിൻ്റെ സൈഡിൽ ശ്രീനിവാസൻ. ഞങ്ങൾ സിനിമയൊക്കെ തുടങ്ങിയപ്പോൾ തൊട്ട് ഒരുമിച്ച് യാത്ര ചെയ്ത വ്യക്തികളാണ് ഞാനും ശ്രീനിയൊക്കെ. അപ്പോൾ ഈ സമയത്ത് ഞാൻ ശ്രീനിക്ക് ഒരു വലിയ ഹായ് പറയുന്നു. ഞാൻ അറിഞ്ഞു, കാരണം ശ്രീനി ഒരു പച്ചക്കറി തോട്ടമൊക്കെ ഉണ്ടാക്കിയിട്ട് വളരെ റിലാക്സ്ഡ് ആയിട്ട് നടക്കുകയാണ്, ജീവിക്കുകയാണെന്ന് അറിഞ്ഞു. വളരെ നല്ല കാര്യം. അതായത് വിഷമില്ലാത്ത നമ്മുടെ പച്ചക്കറികൾ നമുക്ക് എങ്ങനെ വീട്ടിൽ ഉൽപ്പാദിപ്പിക്കാം എന്നുള്ളതിൻ്റെയൊക്കെ ഇതായിട്ട് നടക്കുന്നു. ഈ പടത്തിൽ അദ്ദേഹം അസാധ്യമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മീനയും ഇവർ രണ്ടുപേരും കൂടാണ് ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിരിക്കുന്നത്. അതിന് എം ജയചന്ദ്രൻ സൂപ്പർ മ്യൂസിക് കൊടുത്തു. പക്ഷേ അതിന് മറ്റൊരാളും കൂടെ വേണമല്ലോ, അനിൽ പനച്ചൂരാൻ. അപ്പോൾ അദ്ദേഹം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് നമ്മളെ വിട്ടുപോയത്. ഒരുപാട് നല്ല പാട്ടുകൾ, കാരണം തിരികെ ഞാൻ വരുമെന്ന് വാർത്ത കേൾക്കാനുള്ള ആ പാട്ട്, അതുപോലെ കണ്ടമാനം പാട്ട് എൻ്റെ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഞാൻ അദ്ദേഹത്തിനെ ഓർക്കുന്നു. കാരണം വേറൊന്നുമല്ല, വ്യത്യസ്തനായിട്ടുള്ളൊരു കവിയായിരുന്നു. ശരിക്കും അദ്ദേഹം എഴുതിയിരിക്കുന്ന കറക്റ്റാണ്. ഇദ്ദേഹം വളരെ ഇൻഡിവിജ്വലായിട്ടുള്ള ഒരു എക്സ്റ്റാബ്ലിഷ് ചെയ്ത ഒരു കവിയാണ്. കവിയെന്നേ ഞാൻ പറയത്തുള്ളൂ. അദ്ദേഹം സിനിമയിൽ പാട്ട് എഴുതുന്നേ ഉള്ളൂ. എന്തായാലും അദ്ദേഹത്തിൻ്റെ ആത്മാവിന് പ്രണാമം. ബാലനെ ആക്കിയത് നമ്മുടെ കറക്റ്റ് ആളാണ്, ധ്യാൻ. ശ്രീനിച്ചേട്ടൻ്റെ ഇളയ മോൻ്റെ പേര് തന്നെ. അതെ അതെ അതെ. ഞാനൊരു നമസ്കാരം പറഞ്ഞു, അല്ലാതെ എനിക്ക് വേറൊന്നും പറയാനില്ല. നാളത്തെ വലിയ സൂപ്പർ സ്റ്റാർസാണ് ഇവർ, പ്രതിഭകൾ അല്ലേ. താങ്ക് യു. പൊളിച്ചടക്കി ശ്രീഹരി, സൂപ്പർ. താങ്ക് യു സാർ. നാളത്തെ സൂപ്പർ സ്റ്റാർസ് ആണ് ഈ നിൽക്കുന്നതെല്ലാം എന്ന് പറഞ്ഞു. അതിലൊരു സംശയമില്ല. കാരണം വീണ്ടും വീണ്ടും ഓരോ കുട്ടികൾ പെർഫോം ചെയ്യാൻ വരുമ്പം ഇതേ ടീം കൂടെ വന്ന് എല്ലാവരും ശ്രദ്ധ പറ്റുന്ന രീതിയിലുള്ള ആക്ടിങ് ഇത്തരം ചെറിയ പ്രായത്തിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നാളെ എല്ലാവരും അവനവൻ്റെ വഴിയിൽ സിനിമയിൽ എന്തെങ്കിലുമൊക്കെ രീതിയിൽ വന്ന് എപ്പോഴും ഇവരുടെ കുട്ടിക്കാലം തൊട്ടേ ഇവർ വളരെ നല്ല ടാലൻറ്റഡ് ആയിട്ട് പെർഫോം ചെയ്തതെന്ന് പറഞ്ഞ് കാണിക്കാൻ ടോപ്പ് സിംഗറിൻ്റെ പെർഫോമൻസ് ഒരു ഫ്ലാഷ് ബാക്ക് ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ശ്രീഹരി എന്താണ് കാണിച്ചത്? ഞാനിവിടെ ഇത് പാടുന്ന സമയത്ത് ഓർക്കായിരുന്നു, ഇതിൻ്റെ ഒറിജിനൽ പാടിയ സിംഗർ പോലും അഭിനയിച്ചിട്ടല്ല പാടിയത്. മോൻ ആ എക്സ്പ്രഷൻ കംപ്ലീറ്റ് അതേപടി അഭിനയിച്ചുകൊണ്ടാണ് മോൻ പാടുന്നത്. സലീമേട്ടനും ശ്രീനിയേട്ടനും പടത്തിൽ ചെയ്ത സംഭവം മോൻ ഇവിടെ ഇനാക്ട് ചെയ്തിട്ട് അതിൻ്റെ ഒറിജിനൽ സിംഗർ പാടിയത് പാടുകയും ചെയ്തു. അത് ചെറിയൊരു സംഭവം. കോമഡി സോങ്ങിന് നമ്മുടെ മലയാള തനിമ ചേർത്ത് അതിനെ കോമഡി കൊണ്ടുവരുന്ന ഒരു മ്യൂസിക് ഡയറക്ടർ. ഏറ്റവും വലിയൊരു കൈയ്യടി എനിക്ക് തോന്നുന്നു കൊടുക്കേണ്ട ഒരാൾ എം ജയചന്ദ്രന് തന്നെയാണ്. ഇതുപോലത്തെ പാട്ടുകൾ നമ്മളുടെ കുട്ടികൾക്ക് കൊണ്ടുവരാൻ ഉള്ളൊരു അവസരം ശരിയാക്കി തന്നത്. പിന്നെ അനിലേട്ടൻ്റെ ശബ്ദം, അനിൽ പനച്ചൂരാൻ, അദ്ദേഹത്തിൻ്റെ ശബ്ദം ഈ പാട്ടിൽ ഉണ്ട്. അദ്ദേഹവും പാടിയിട്ടുണ്ട്. അപ്പം വ്യത്യസ്തനാം ബാലൻ എന്ന് പറയാൻ അദ്ദേഹത്തിൻ്റെ ഒരു രീതിയുണ്ട് പ്രൊണൗൺസ് ചെയ്യുന്നത്. ഒരു മൂക്കൊണ്ടുള്ളൊരു ടോണാണ്. അത് വരുന്ന സമയത്ത് അതിൻ്റെതായ ഒരു ഹ്യൂമറും ഒരു എക്സ്ട്രാ പവറാണ് കിട്ടുന്നത് ഈ പാട്ടിന്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വരികൾ, ഇതുപോലത്തെ പാട്ടുകൾ ഫോക്ക് സോങ്സിൽ ഒരു ആറ്റിറ്റ്യൂഡ് ഇട്ടെഴുതാൻ അദ്ദേഹത്തിൻ്റെ കാളും എടുക്കാൻ വേറെ ആരുമില്ല. അപ്പോൾ അദ്ദേഹത്തിനെ വീണ്ടും നമ്മളുടെ സ്റ്റേജിൽ ഓർക്കുന്ന ഒരു പ്രണാമം. മോൻ ഇന്ന് പാടിയത് വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു മോൻ വേറെ ലെവൽ കയറി പോവാണ്. എന്തായാലും ഒരു സംശയമില്ല, മോൻ ഒരു കംപ്ലീറ്റ് എന്താ പറയേണ്ടത് പാക്കേജ് കൊണ്ടാണ് മോൻ ഇപ്പോൾ വരുന്നത്. എല്ലാം കൊണ്ടും വളരെ വളരെ സാറ്റിസ്ഫാക്ടറി പെർഫോമൻസ്. ഫാന്റാസ്റ്റിക്. താങ്ക് യു സാർ. ഇവരൊക്കെ പറഞ്ഞ പോലെ അടിച്ച് പൊളിച്ചു വന്നു കേട്ടോ. ഉഗ്രനായിരുന്നു. വളരെ നന്നായിട്ട്
പാടുകയും ചെയ്തു, പെർഫോം ചെയ്യുകയും ചെയ്തു. പിന്നെ ശരിക്കും മൊട്ടയടിച്ചാണോ പപ്പടാണോ തലയില്? പപ്പടം അല്ല, ഇത് ബ്ലാക്ക് എന്തോ സാധനം ആണോ? എന്തായാലും കലക്കിയിട്ടുണ്ട് താങ്ക് യു സാർ. എല്ലാം. എനിക്കും അനിച്ചേട്ടൻ്റെ അനിൽ പനച്ചൂരാൻ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ പാടാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം ഒരു കവി മാത്രമല്ല, നന്നായിട്ട് പാടുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മാവിന് വേണ്ടി ഞാനും പ്രാർത്ഥിക്കുന്നു. സൂപ്പർ സിംഗർ, സൂപ്പർ ആക്ടർ. താങ്ക് യു സാർ. കേട്ടോ? ഹരിന്നല്ല, ഹരിമോനും കുട്ടികളെല്ലാവരും ഞാൻ വായം പൊളിച്ചിരിക്കുന്ന കാണുകയാണ്. നിങ്ങൾ എന്താ കാണിക്കുന്നേ, എന്താ ചെയ്യുന്നേ? സല്യൂട്ട്. ഭയങ്കര അസലായിരുന്നു മോനെ പാടിയതും. ബാക്കിയുള്ള എല്ലാ കുട്ടികളെല്ലാവരും ചെറിയ പ്രായങ്ങളല്ലേ, അസലായിരുന്നു. എനിക്ക് നേരിട്ട് വന്ന് കാണാനുള്ള ഭാഗ്യം കിട്ടി. അതിന് ഞാൻ നന്ദി പറയുന്നു ടോപ്പ് സിംഗറോട്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു മാം. ശിവൻ ചേച്ചി, ഓ മമ്മൂക്കയുടെ കൂടെ ചെയ്ത ചിത്രങ്ങളിൽ ഏതാണ് ചേച്ചിയുടെ മനസ്സിൽ ഇങ്ങനെ എപ്പോഴും ഓർമ്മിക്കാൻ പറ്റുന്ന ഒരുപാടുണ്ട്, എന്നാലും എപ്പോഴും ഓർമ്മിക്കാൻ പറ്റുന്ന ഒരു? ആൾക്കൂട്ടത്തിൽ തനിയെ, ഓ സൂപ്പർ. അക്ഷരങ്ങൾ, ഒടുവിൽ ഞാൻ അഭിനയിച്ചത് മഹായാനം. മമ്മൂക്ക ഈ പടത്തിലുണ്ട്, മോൻ പാടിയ പാട്ടില്. അതേപോലെ തന്നെ ശ്രീനി ചേട്ടനും ഉണ്ടല്ലോ. അപ്പൊ ശ്രീനി ചേട്ടനുമായിട്ട് സിമ ചേച്ചിക്ക് എപ്പോഴും മറക്കാൻ പറ്റാത്ത ഏതെങ്കിലും ഒരു പടോ, അയ്യടാ അയ്യടാ അങ്ങനെ എവിടെ വന്നിരിക്കുന്നത് എനിക്ക് മനസ്സിലായി. ഭരണിയിലല്ലേ? ഞങ്ങളെല്ലാവരും വരണം എന്ന് പറഞ്ഞിട്ട് സത്യേട്ടൻ എന്ത് ചെയ്തു, എനിക്കൊരു സീന്. പക്ഷെ അത് ഇത്രയും ഹിറ്റാവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. ശശിയേട്ടൻ എവിടെ? ഭരണിയിലാണ്. ഭരണിയിലോ? അതെ. പിന്നെ ശശിയേട്ടനുണ്ട് അതില്, ഒരു ഡയറക്ഷനിലുണ്ടാവും. ആ സീൻ അഭിനയിക്കുമ്പോ പൊട്ടി ചിരിച്ചു പോയിട്ടില്ലേ? അന്ന് ചിരിച്ചില്ല, ഇന്നാ ചിരിക്കുന്നത് ഞാൻ. അത് എന്താന്ന് എനിക്കറിയില്ല. ബിക്കോസ് ഇത്രയും ഒരു പോപ്പുലർ ആവും എന്നുള്ളത് ഞാൻ വിചാരിച്ചിട്ടില്ല. ഇന്നും ശശിയേട്ടയുടെ ഭരണിയിലാണോ എന്ന് ചോദിക്കുക എന്നെ കണ്ടിട്ട് എല്ലാവരും. അത് ശരി, അങ്ങനെ ആയിപ്പോയി. മോനെ മണിയാ, ഞാൻ തരുന്ന മാർക്ക് 9 out of 10. താങ്ക് യു സാർ. മധുവങ്കൾ മോനെ തരുന്നു 9.75. താങ്ക് യു സാർ. എനിക്ക് ശ്രീഹരിയുടെ ഈ പാട്ടും അഭിനയവും എല്ലാം വളരെ വളരെ ദീപു എനിക്കൊന്ന് പറയണം. ഓ പ്ലീസ്. എനിക്ക് വേണ്ടി ഒരു 10 കൊടുക്ക് കുട്ടിക്ക്. സിമ ചേച്ചി, എന്റെ ഒരു റിക്വസ്റ്റ് ആണ്. സിമ ചേച്ചി എന്താ സംഭവം അറിയോ? 10 out of 10. 10 അത്ര എക്സ്ട്രോർഡിനറി ആയാലേ ഇവിടെ 10 കൊടുക്കുള്ളൂ. അല്ല, നന്നായിട്ടില്ലേ? പക്ഷെ എന്താന്ന് വെച്ചാൽ വളരെ കോയിൻസിഡന്റൽ ആയിട്ട് സിമ ചേച്ചി പറയുന്നതിന് മുമ്പേ ഞാൻ ഇട്ടത് 10 out of 10 തന്നെയാണ്. സോ ടോട്ടൽ മണിന് കിട്ടിയിരിക്കുന്നത് 28.75. താങ്ക് യു സാർ. ഇത് വാങ്ങി ഇപ്പൊ ഒരു ശീലമായിരിക്കുന്ന ശ്രീഹരിക്ക് വീണ്ടും കിട്ടിയിരിക്കുന്നു a golden crown. താങ്ക് യു സാർ. ആടിയൊരു ബാർബറാം ബാലനാം പൂക്കുറ്റി. താങ്ക് യു സാർ. Congratulations, you are awarded a golden crown. അപ്പോൾ നമ്മുടെ പ്രേക്ഷകരെല്ലാവരും പാട്ടൊക്കെ കേട്ടു. ഇനി എല്ലാവരും നോക്കിയിരിക്കുന്ന പോലെ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമയമാണ്. എല്ലാവരും ഇൻസൈറ്റ് മീഡിയ സിറ്റിയുടെ ടോപ്പ് സിംഗർ ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. ഇവിടെ QR കോഡ് കാണാൻ പറ്റും. അത് സ്കാൻ ചെയ്ത് പാട്ട് ഇഷ്ടമായിട്ടുള്ള എല്ലാവരും തന്നെ വേഗം വോട്ട് ചെയ്യുക. ഒപ്പം നമ്മുടെ ബാക്കി കണ്ടസ്റ്റൻസിനൊക്കെ ഇഷ്ടമുള്ള ഗ്രേഡും നൽകുക. സംഗീത മാമാങ്കത്തിലെ കൊച്ചു സുന്ദരി, തലസ്ഥാന നഗരിയിൽ നിന്നും നമ്മുടെ ശ്രീനന്ദക്കുട്ടി. വെൽക്കം ശ്രീനന്ദ ഓൺ സ്റ്റേജ്. ഇണങ്ങുന്ന മഴയോ തമ്മിൽ പിണങ്ങുന്ന പുഴയോ തളിരിട്ടലതയോ അവൾ താവണിക്കുടാമോ. ഇണങ്ങുന്ന മഴയോ തമ്മിൽ പിണങ്ങുന്ന പുഴയോ തളിരിട്ടല. ശ്രീനന്ദ് സർ. ശ്രീനന്ദ് അല്ലല്ലോ, ശ്രീനന്ദൻ. ശ്രീനന്ദ. ഓക്കെ, ഏത് പാട്ടാ മോളെ? ഞാൻ ഇന്ന് പാടാൻ പോകുന്നത് അഷ്ടമിരോഹിണി എന്ന സിനിമയിലെ ശ്രീകുമാരൻ തമ്പി സാർ എഴുതി MK അർജുനൻ മാസ്റ്റർ സാർ മ്യൂസിക് MK അർജുനൻ മാസ്റ്റർ മ്യൂസിക് ചെയ്ത് P സുശീല മാം പാടിയ രാരീരം പാടുന്ന രാക്കിളികൾ എന്ന പാട്ട്. 1975 ആണല്ലോ.
ഇല്ല, അത് മാത്രം പറയാതിരിക്കണ്ട. പഠിച്ചോ? ആ പഠിച്ചു സർ. അപ്പം നമുക്ക് ഇത്തവണ നമുക്ക് നല്ല റിലാക്സ്ഡ് ആയിട്ട് പഞ്ചസ് എവിടെ കൊടുക്കണോ ആ പഞ്ചസ് എല്ലാം കൊടുത്ത് നല്ല ശുദ്ധമായിട്ട് അല്ലേ പാടുമല്ലോ? പാടും. ഉറപ്പാണല്ലോ? ഉറപ്പ്. ശ്രീനന്ദൻകുട്ടി, സർ ഒരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ? എനിക്കുണ്ട്. ആഹാ, അത് ഞാൻ Ready ആയി ശ്രീനന്ദ വരുമ്പോ ഞാൻ പഠിച്ചിട്ടേ ഒരു ചോദ്യം. ഫസ്റ്റ് ചോദ്യം അല്ല, ഒരു ചോദ്യം തന്നെ ചോദിക്കാം. ഒരു വ്യക്തി ഇയാള് എത്ര ഷേവ് ചെയ്താലും താടി തീരില്ല, അതെന്താ കാരണം? ബാർബർ. ഇവളെല്ലാം പഠിച്ചിട്ട് വരും, എനിക്ക് ഇവളുടെ മുമ്പിൽ ഒന്നും പറഞ്ഞ് ജയിക്കാൻ പറ്റില്ല. താടി എന്ന് പറഞ്ഞപ്പോ തന്നെ ബാന്ന് പറഞ്ഞു തോന്നുന്നു. ശരി, ചോദിക്കാം. രാവിലെ 7 മണിക്ക് തൂക്കിക്കൊല്ലണം എന്ന് വിധിച്ചപ്പോൾ കുറ്റവാളി പൊട്ടിച്ചിരിച്ചു. എന്തുകൊണ്ട്? എനിക്കറിയാം. പറയില്ല. ഇല്ല പറയത്തില്ല. വായുകൊണ്ട് അല്ല. 7 മണിക്കല്ലല്ലോ വിധിക്കുന്നേ. അതെ. ആ 7 മണിക്കും വിധിക്കും. ഓക്കെ. അപ്പൊ കുറ്റവാളി പൊട്ടിച്ചിരിച്ചു. ആ തൂക്കിക്കൊല്ലണമെന്നല്ലേ പറഞ്ഞു? തൂക്കിക്കൊല്ലുന്നത്. ആ ആരെ തൂക്കിക്കൊല്ലണം? കുറ്റവാളിയെ. ആ കുറ്റവാളിയല്ലേ? ആ അപ്പൊ അതെന്താ ചിരിച്ചോട്ടെ? അല്ല, കുറ്റവാളി സ്വയം ചിരിച്ചു. അതെന്തുകൊണ്ട്? തൂക്കിക്കൊല്ലണം എന്ന് പറയുന്നത് എത്ര നല്ല കാര്യമല്ലല്ലോ. പൊട്ടി കരയല്ലേ ചെയ്യേണ്ടത്, പക്ഷെ പൊട്ടി ചിരിക്കുകയാണ് ചെയ്തത്. ആള് ഭ്രാന്തനായിരുന്നല്ലേ? ഇല്ല. എനിക്കറിയാം. ഇല്ല, എല്ലാരും തോറ്റില്ലേ? ആ പറഞ്ഞോ. പറയട്ടെ. തോറ്റു. അയാളെ 7 മണിക്കൊന്നും എണീക്കൂല. അയാള് ലേറ്റ് ആയിട്ട് എണീക്കുന്നേ. അതാ അതുകൊണ്ട് കാര്യമൊന്നുമില്ല, വിളിച്ച് എണീപ്പിച്ച് കൊല്ലാൻ കൊണ്ടുപോകും. സംഭവം അതാണ്, ഞാനല്ല അത് ശരി. ശരി, ഇനി നമുക്ക് പാട്ട് കഴിഞ്ഞിട്ടാവാം അല്ലേ? അതെ. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. രാരിരം പാടുന്നു രാക്കിളികൾ
മോളെ, സർ. മോൾ ഇന്ന് വളരെ നന്നായിട്ട് പാടി. താങ്ക് യു സർ. കാരണം സാധാരണ വന്ന് പാടുന്നതിനെക്കാട്ടിൽ ഒരുപാട് ബെറ്റർ ആയിട്ട് പാടി. താങ്ക് യു സർ. ഈ ലാൻഡിങ് നോട്ട്സ്, അതായത് രാരീരോ രാരീരോ ഒന്ന് പാടുന്നില്ലേ, അതൊന്ന് ശുദ്ധമായിട്ടൊന്ന് പാടിക്കുക. അവിടെ ആ സ്ഥലത്താണ് എനിക്കൊരു മെയിനായിട്ടൊരു പ്രശ്നം തുടങ്ങി. രാരീരോ രാരീരോ മതി. രാരീരോ. അതവിടെ രാരീരോ നോട്ട്. രാരീരോ രാരാരോ. അതന്നെ, അവിടെ ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ അത് കുറച്ചുകൂടെ ഈ പാടിനൊരു എലിവേറ്റ് ചെയ്യും. കണ്ണൻ ഉറങ്ങാതിരിക്കാം, കണ്ണനെ പൊന്നച്ഛൻ ഉറക്കുന്നു. അതിനൊരു വലിയ കേടിയായിരുന്നു സംഭവം, കിടുക്കി കളഞ്ഞു. പിന്നെ ഇത് ഞാൻ മിക്കവാറും എപ്പോഴും ആലോചിക്കാറുള്ളൊരു കാര്യം, എനിക്ക് തോന്നുന്നു അർജുനൻ മാഷിന് കിട്ടേണ്ട ബഹുമതികൾ കിട്ടിയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. അതെ അതെ, തീർച്ചയായും. അദ്ദേഹത്തിന് ഒരുപാട് ബഹുമതികൾ കിട്ടിയിട്ടുണ്ട്, ബാക്കിയെല്ലാം ഉണ്ടെങ്കിൽ തന്നെയും. അതായത് ഞാൻ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിൽ ഇപ്പോൾ 3 വർഷമായിട്ടിരിക്കുകയാണ്. ഇതിൽ നിന്നാണ് എനിക്കൊരു പാഠം പഠിച്ചത്. അതായത് പല പാട്ടുകളും ഞാൻ അർജുനൻ മാഷിൻ്റെ വേറെ ആരോ ചെയ്തു എന്ന് ആരൊക്കെ, അല്ലെങ്കിൽ ഒന്ന് ദേവരാം മാഷ് അല്ലെ വേറെ ആരോ ആണ് എന്ന് ധരിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഇത്രത്തോളം പാട്ടുകൾ ചെയ്ത ഒരു മഹാ അത്ഭുതമാണ് അർജുനൻ മാഷെന്ന് ഞാൻ ഒരിക്കലും സ്വപ്നത്തിൽ പോലും കണ്ടിരുന്നില്ല. എന്നാൽ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. പക്ഷേ എനിക്ക് അദ്ദേഹത്തിന് ഈ കോവിഡ് സമയത്തായിരുന്നു അദ്ദേഹം നമ്മളെല്ലാം വിട്ടുപോയത്. പോയി കാണണമെന്നുണ്ടായിരുന്നു. ആ സമയത്ത് ലോക്ക്ഡൗൺ ഒക്കെ ആയിരുന്നു, പോകാൻ പറ്റിയില്ല. അതിനെക്കാട്ടിലുപരി സീസൺ 1 കുട്ടികൾക്ക് അദ്ദേഹത്തിനെ പോയി കാണാനും വീട്ടിൽ പോയി കാണാനും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹമൊക്കെ വാങ്ങിച്ചു. അപ്പോഴും എനിക്ക് പോകാൻ പറ്റിയില്ല. അദ്ദേഹത്തിൻ്റെ 2-3 പാട്ടൊക്കെ പാടിയിട്ടുണ്ട്. പക്ഷേ കൂടുതലും പാടിയിരിക്കുന്നത് ദാസേട്ടൻ, സുശീലാമ്മയാണ്, ജാനകിയമ്മ. ആ ഒരു ഇതിലാണ് പോകുന്നത്. എന്നാലും ഈ പാട്ട് കേട്ടപ്പോൾ ഞാൻ പെട്ടെന്ന് ആലോചിച്ചു, അർജുനൻ മാഷ് എന്താ മാഷ് ഇത്, കാരണം എന്താ ചെയ്തു വെച്ചിരിക്കുന്നത്, എന്ത് സുഖമാണ്. അദ്ദേഹത്തിൻ്റെ ഗ്രേറ്റ്നെസ് എന്ന് പറഞ്ഞാൽ ആ അദ്ദേഹത്തിൻ്റെ ഹാർമോണിയത്തിൽ അദ്ദേഹത്തിൻ്റെ വിരൽത്തുമ്പി വന്ന ട്യൂണ് ഇപ്പോഴും ഇനി നാളെയും നിൽക്കും. എന്തായാലും അർജുനൻ മാഷിന് പ്രണാമം. ചെമ്പകത്തൈകൾ പൂത്ത മാനത്തു പൊന്നമ്പി. ശ്രീനന്ദക്കുട്ടി, സർ. അടിപൊളി, ഒന്നും പറയാനില്ല. താങ്ക് യു സർ. താങ്ക് യു. മോള് നല്ല ഇമ്പ്രൂവ്മെന്റ് ആയി വന്നിട്ടുണ്ട് ഇപ്പോൾ. അപ്പം നേരത്തെ പാടാൻ തുടങ്ങുന്നതിന് മുമ്പേ പറഞ്ഞു കുറേ ആൾക്കാർ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാവരും അവരുടെ ബെസ്റ്റ് വെച്ചിട്ട് തന്നെയാണ് മോളെ ശരിക്കും ഷേപ്പ് ചെയ്തെടുത്തിട്ടുള്ളത് മനസ്സിലായി. കാരണം ആ വ്യത്യാസം മോളുടെ പാട്ടിൽ ശരിക്കും തിരിച്ചറിഞ്ഞു. സാധാരണ കേൾക്കുന്ന പോലത്തെ അടുപ്പിച്ച് വരുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ മോളുടെ കാര്യത്തിൽ ഒരിക്കലും ഒരു വലിയ പ്രശ്നം ഇതുവരെ വന്നിട്ടില്ല. ചെറിയ പ്രശ്നങ്ങളുടെ എണ്ണം കൂടുമ്പോഴാണ് ഇതൊരു വലിയ പ്രശ്നമായി ഫീൽ ചെയ്യുന്നത്. അത്തരം കുറേ പ്രശ്നങ്ങളൊന്നും മോളുടെ പാട്ടിൽ ഉണ്ടായിട്ടേ ഇല്ല. എനിക്ക് വളരെ വളരെ ഇഷ്ടപ്പെട്ടു മോള് പാടിയത്. ഇതിൽ എനിക്ക് ശരിക്കും പറഞ്ഞ അത്ഭുതം എന്ന് പറയുന്നത്, ഇങ്ങനെ ഈ പണ്ടത്തെ കാലത്തൊക്കെ ഒരു പ്ലേ ബാക്ക് സിംഗറും ഒരു ഗാനമേള സിംഗറും തമ്മിലൊരു വ്യത്യാസം എന്ന് പറയുന്നത്, പ്ലേ ബാക്ക് സിംഗർ അല്ലെങ്കിൽ പടത്തിൽ മാത്രം പാടുന്ന ആ ലെവലിലുള്ള സിംഗേഴ്സിന് നമ്മൾ കാണുമ്പോൾ അവരുടെ ശ്രുതി എപ്പോഴും കുറച്ചും കൂടിയും പെർഫെക്റ്റ് ആയിരിക്കും. ഗാനമേളയിൽ പാടുന്നവർ അപ്രോക്സിമേറ്റ് ആയിരിക്കും, വളരെ പിച്ച് പെർഫെക്റ്റ് ആയിട്ടായിരിക്കില്ല. കാരണം അത് ഗാനമേള എന്ന് പറയുമ്പം മൊത്തം ഒരു ഓളമാണ്. അപ്പോൾ അതിൻ്റെ ഒരു മൂഡിൽ പോകുന്ന ഒരു 70% അല്ലെങ്കിൽ 75% സുഖമുള്ള സിംഗിങ്. പക്ഷേ ഇപ്പോഴത്തെ ഞങ്ങളുടെ കുട്ടികൾ, അതായത് സീനിയേഴ്സ് പോലുമല്ല ജൂനിയേഴ്സ് ആയിട്ടുള്ള കുട്ടികളെല്ലാം വന്ന് നമ്മൾ പണ്ട് ആ പ്ലേ ബാക്ക് സിംഗേഴ്സിന് മാത്രം കേട്ടിരുന്ന ക്ലോസ്നെസ് പിച്ചുമായിട്ട്, അത് നമ്മളുടെ പിള്ളേർക്ക് എല്ലാം ഇങ്ങനെ ഒരേപോലെ വരുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട്, അഭിമാനമുണ്ട് നിങ്ങളുടെയൊക്കെ പാട്ട് കേൾക്കുമ്പോൾ. സീമൻ ചേച്ചി ഈ ഷോ കാണാറുണ്ടോ? കാണാറുണ്ട്. അപ്പോൾ അതിൽ നമ്മുടെ കുട്ടികളെ പാട്ട് കേട്ടിട്ട് ഈ ഒരു വ്യത്യാസം സീമൻ ചേച്ചിക്ക് തോന്നിയിരുന്നോ? തീർച്ചയായിട്ടും. ഞാൻ അതല്ലേ ഇപ്പോൾ ദീപുവിൻ്റെ അടുത്ത് പറഞ്ഞേ, ഈ 10 വയസ്സിലൊക്കെ പാട്ട് എന്ന് പറഞ്ഞാൽ എന്താന്ന് പോലും അറിയാത്തൊരു കാലഘട്ടമായിരുന്നു നമ്മളുടെയൊക്കെ സമയത്ത്. ഇപ്പം വരുന്ന കുട്ടികൾ അമ്മോ ഹാറ്റ്സ് ഓഫ്. അതുപോലെ പണ്ട് റെക്കോർഡിങ്ങിലൊക്കെ ഒറ്റയടിക്ക് പാടണം. ആരെങ്കിലും ഒരാൾ തെറ്റ് ചെയ്താലും വീണ്ടും അവർ പാടണം, വേറെ ആരെങ്കിലും തെറ്റ് ചെയ്താലും പാടണം. ഇതുപോലെ പാടുന്നവരും തെറ്റ് ചെയ്താലും ബാക്കിയുള്ളവരൊക്കെ വായിക്കണം. വലിയ പാടായിരുന്നു. പക്ഷെ ഇപ്പം അതല്ല, ട്രെൻഡ് മുഴുവനും മാറി. അവരെ തനിച്ച് പാടാം, ഇവരെ തനിച്ച് പാടാം, ഓർക്കസ്ട്ര തനിച്ചെടുക്കാം, അങ്ങനെ എല്ലാം അക്ഷരം തെറ്റിയാ മാറ്റാം. അതെ അതെ. അതിന്റെയൊക്കെ ഇടയിൽ ഇപ്പൊ നമ്മുടെ കുട്ടികള് ഒറ്റയടിക്ക് ഫുള്ള് പാടി ശരിയാക്കുകയാണ്. അതാണ്, അതൊക്കെ അത്ഭുതമാണ്. ഹാറ്റ്സ് ഓഫ് മോളെ, നിങ്ങൾ പാടുന്നു എന്ന് കേൾക്കാൻ വേണ്ടി ഞാൻ വന്നിരിക്കുകയാണ്. അതാണ് അതിന്റെ സത്യം. കുട്ടികൾ പാടുന്നു, എനിക്കത് നേരിട്ട് കാണണം, TV-യിൽ കാണരുത് എന്ന് പറഞ്ഞ് ഓടി വന്നിരിക്കുകയാണ് ഞാൻ. ഗുഡ്, കീപ് ഇറ്റ് അപ്പ് കണ്ണ. കാലക്കി ഇന്ന് ഉഗ്രനായിട്ട് പാടി കേട്ടോ. താങ്ക് യു സർ.
ഇപ്പോൾ മോൾ ഇന്ന് പാടിയത് വളരെ നല്ലൊരു പാട്ടാണ്, വളരെ നല്ല സെലക്ഷനാണ്. സാധാരണ മോള് പാടുമ്പോൾ ഇതിൽ ഞാൻ കുറേ ഞാൻ മാത്രമായിരിക്കില്ല, എല്ലാ ജഡ്ജസും കുറേ നോട്ട് ചെയ്യും പ്രശ്നങ്ങൾ. ഇന്നിപ്പോൾ ആകെ 4 സ്ഥലത്ത് മാത്രമേ നോട്ട് ചെയ്തിട്ടുള്ളൂ. സാധാരണ അച്ഛനും അമ്മയും കുട്ടികളെയാണ് ഓർക്കാറുള്ളത്. ഈ പാട്ട് മോൻ അച്ഛനെ ഓർക്കണതായിട്ടാണ് അല്ലേ? വളരെ അപൂർവമായിട്ട് അങ്ങനെ ഒരു പാട്ടുണ്ടാവാറുള്ളൂ. എന്തായാലും മോൾക്ക് നല്ല ഇമ്പ്രൂവ്മെന്റ് ആണ്, ആ കാര്യത്തിൽ വളരെ സന്തോഷമുണ്ട് കേട്ടോ. ഇതുപോലെ ഇമ്പ്രൂവ്മെന്റോടുകൂടി മുമ്പോട്ട് പോകും, കാര്യമായിട്ട് ശ്രമിക്കണം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. അല്ല, ഇതിൽ ഒരു ഇതുണ്ട്. എൻ്റെ മോള് 8 മാസം കുഞ്ഞാണ്. അപ്പം ഭയങ്കര തിരക്കാണ്, എപ്പം നോക്കിയാലും തിരക്കാണ് എനിക്ക്. അപ്പം ഷൂട്ടിങ് കഴിഞ്ഞിട്ട് ഒരു ദിവസം വന്നപ്പോൾ ഉണ്ട്, അതിന് കുഞ്ഞിനെ നോക്കുന്ന ആയ അമ്മ ഞാനൊന്ന് വെളിയിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പോയിട്ട് വന്നോളൂ. ഞാൻ മേക്കപ്പ് ഒന്നും വായിച്ചില്ല. ശശിയുടെ അമ്മ കുളിക്കുകയായിരുന്നു. ഞാനിങ്ങനെ കുഞ്ഞിനെ മടിയിലിരുത്തി ചുമ്മാ, അങ്ങനെ പാട്ടൊന്നും അറിയില്ല, എന്നാലും വാവോ 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 എന്ന് പാടി ഇങ്ങനെ താലാട്ടിക്കൊണ്ടിരിക്കുമ്പം കുഞ്ഞ് മടിയിൽ കിടക്കുകയാണ്. ഇങ്ങനെ കൈയും ചപ്പോള് ഇങ്ങനെ ചപ്പിട്ട് മുകളിൽ നോക്കി അമ്മ അമ്മ 8 മാസത്തെ കുട്ടിക്ക് എത്ര മാത്രമേ അവളിങ്ങനെ എന്നിട്ട് എനിക്കങ്ങ് ഞാനൊക്കെ അന്തപ്പെട്ടിരുന്നു. നോക്കി അവളെ എങ്ങനെ പറയുന്നു. ഇത് ഞാൻ അറിയാതെ തിലകേട്ടൻ്റെ അടുത്ത് പറഞ്ഞു. പുള്ളിക്കാരൻ എപ്പ കണ്ടല്ലോ അമ്മ ഇതെന്നെ പറഞ്ഞു. അങ്ങനെ ഒരു കാലമായിരുന്നു. അപ്പൊ അത് പെട്ടെന്ന് മോളെ കണ്ടപ്പോ ഓർത്തു. ഞാനൊരു ചോദ്യം ചോദിക്കാം. എടുക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? ശക്തിയുണ്ടോ? മോള് അടുത്താണ് ഞാൻ മെയിനായിട്ട് ചോദിക്കുന്നത്. നമുക്ക് ഒരുപാട് ആഴ്ചകളുണ്ട്, സൺഡേ മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ എന്നൊക്കെ ഒരുപാട് ആഴ്ചകളുണ്ട്. പക്ഷേ തിരുവനന്തപുരത്തുകാർക്ക് കുറച്ച് ഒരു എക്സ്ട്രാ ആഴ്ചയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. തിരുവനന്തപുരത്തിന്റെ ഹിസ്റ്ററി വല്ലതുണ്ടോ? ഒന്നുമില്ല. ഇതെന്താ ക്ലൂ ചോദിക്കുന്ന പോലെയാണല്ലോ. അങ്ങനെ ഇവളങ്ങനെ അങ്ങനെ ഞെളിയണ്ട. തോറ്റെങ്കിൽ തോറ്റെന്ന് പറ. തിങ്കൾ വ്യാഴം വെള്ളി ശനി ഞായർ ഇത്രയല്ലാതെ വേറെ താഴ്ച കൂട്ടില്ല. അതാണോ അങ്ങനത്തെ അല്ല 1 2 എടി അങ്ങനെ എന്തെങ്കിലും പറയൂ. മീനുട്ടിക്ക് അറിഞ്ഞൂടാ? ഇല്ല. അപ്പൊ എല്ലാരും തോറ്റെണ്ണാണ്. പറയട്ടെ, എനിക്കറിയില്ല. എന്തരടേ സൺഡേ സൺഡേ ഞാൻ പറഞ്ഞില്ലേ, സൺഡേ മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ ദീപങ്ങൾ അടുത്ത് വന്നായിരുന്നു. എന്തൊരാഴ്ച പക്ഷെ അങ്ങനല്ലല്ലോ. എന്തരടേ വരുന്നടേ, എന്തരടേ വരുന്നടേ എന്ന് പറഞ്ഞു. അതൊരു ഡേ ആണ്, ഞങ്ങളുടെ ഒരു ഡേ ആണ്. നമ്മളൊക്കെ ട്രിവാൻഡ്രം. മോടെ മാർക്ക് 9 out of 10. താങ്ക് യു സർ. മോൾക്ക് ഞാനും തരുന്നു 9 out of 10. താങ്ക് യു സർ. ശ്രീനന്ദകുട്ടി മോൾക്ക് മധുവങ്കൽ തരുന്നു 8.75. താങ്ക് യു സർ. So you got 26.75 out of 30. താങ്ക് യു സർ. അതായത് അങ്ങ് അറ്റത്തെത്തി. Yes. You have A extreme. താങ്ക് യു സർ. അടിയൊരു തിരുവനന്തപുരപ്പുക്കുറ്റി. Congratulations, you are awarded A extreme. താങ്ക് യു സർ. അപ്പൊ നമ്മുടെ പ്രേക്ഷകർ എല്ലാവരും പാട്ടൊക്കെ കേട്ടു. ഇനി എല്ലാവരും നോക്കിയിരിക്കുന്ന പോലെ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമയമാണ്. എല്ലാവരും ഇൻസൈറ്റ് മീഡിയ സിറ്റിയുടെ ടോപ്പ് സിംഗർ ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. ഇവിടെ QR കോഡ് കാണാൻ പറ്റും. അത് സ്കാൻ ചെയ്ത് പാട്ട് ഇഷ്ടമായിട്ടുള്ള എല്ലാവരും തന്നെ വേഗം വോട്ട് ചെയ്യുക. ഒപ്പം നമ്മുടെ ബാക്കി കണ്ടസ്റ്റൻസിനൊക്കെ ഇഷ്ടമുള്ള ഗ്രേഡും നൽകുക. സാങ്കേതിക മേഖലകളിലേക്ക് സ്ത്രീകളെ കൈപിടിച്ചുയർത്തുന്നതിനായി മൈജി ഒരുക്കുന്ന പദ്ധതിയാണ് വിമൻ എംപവർമെന്റ് ത്രൂ ടെക്നിക്കൽ സ്കിൽ ഡെവലപ്മെന്റ്. 18-നും 30-നും മധ്യേ പ്രായമുള്ള ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിലോ അനുബന്ധ വിഷയങ്ങളിലോ ത്രിവത്സര ഡിപ്ലോമ, ITI, VHSC യോഗ്യതയുള്ള സ്ത്രീകൾക്ക് 1 ലക്ഷം രൂപയോളം ചിലവ് വരുന്ന സർഫസ് മൗണ്ട് ടെക്നോളജി, മൊബൈൽ ഫോൺ സാങ്കേതിക വിദ്യ എന്നീ മേഖലകൾ മൈജിയുടെ എഡ്യൂക്കേഷണൽ ഡിപ്പാർട്ട്മെന്റായ മൈജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ കീഴിൽ പരിശീലനം നൽകുന്നു. 1 വർഷം നീണ്ടു നിൽക്കുന്ന പരിശീലനം പൂർത്തിയായാൽ മൈജിയുടെ
DRDOയുടെ വനിതാ സർവീസ് സെന്ററുകൾ അടക്കമുള്ള ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റുകളിൽ ജോലിയും ലഭിക്കുന്നു. 15 പേരടങ്ങുന്ന ആദ്യ ബാച്ചിന്റെ പരിശീലനം ലോക വനിതാ ദിനമായ മാർച്ച് 8 ആരംഭിക്കുന്നു. രജിസ്റ്റർ ചെയ്യാൻ സന്ദർശിക്കൂ www.myg.in Women Empowerment Program. മതങ്ങളെ നമ്മുടെ ടോപ്പ് സിംഗറിലെ ഇന്നത്തെ ബെസ്റ്റ് പെർഫോമർ ഓഫ് ദ ഡേ ആരാണ്? നമ്മുടെ പാലക്കാട്ടുകാരൻ ശ്രീഹരി. വെൽക്കം ശ്രീഹരി ഓൺ സ്റ്റേജ്. വ്യത്യസ്തനാമൊരു ബാർബറാം ബാലനെ സത്യത്തിലാരും തിരിച്ചറിഞ്ഞില്ല. തലവടിക്കുന്നോർക്ക് തലവന ബാലൻ. അപ്പൊ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ പെർഫോമൻസ് നമ്മുടെ ശ്രീഹരിക്കുട്ടന്റെ വകയാണ്. പെർഫോമൻസ് നമുക്ക് ഇപ്പൊ കാണാം. ரசாத்தியுன்னு காணாத நெஞ்சு காத்தாடி போலாடுது. ரசாத்தியுன்னு காணாத நெஞ்சு காத்தாடி போலாடுது. ராசாத்தியுன்னு காணாத நெஞ்சு காத்தாடி போலாடுது. ராசாத்தியுன்னு காணாத நெஞ்சு காத்தாடி போலாடுது. பொழுதாகி போச்சு விளக்கேத்தியாச்சு பொன்மான உன்னே தேடுதே. ராசாத்தி உன்னு காணாத நெஞ்சு காத்தாடி போலாடுது. കാതുക്കൊരു ഗാനക്കുഴി നെഞ്ചിക്കൊരു വഞ്ചിക്കൊടി നീതാനമ്മ. കണ്ണുക്കൊരു വണ്ണക്കിളി കാതുക്കൊരു ഗാനക്കുഴി നെഞ്ചിക്കൊരു വഞ്ചിക്കൊടി നീതാനമ്മ. തത്തിത്തവനും തങ്കച്ചിവിരേ മുങ്ങിപ്പെരുകും സംഘത്തമിഴേ. നിത്തന്തര നിത്തന്തര നക്ഷത്രം யாரோடு நெங்கு எனக்கென்ன பேச்சு. நீதான கண்ணே நான் வாங்கும் மூச்சு தாங்காதேற்றம் வா வா கண்ணே. ராசாத்தி ஒண்ணு காணாத நெஞ்சு காத்தாடி போலாடுதே. பொழுதாகி போச்சு விளக்கேத்தியாச்சு பொன்மான உன்னே தேடுதே. ராசாத்தி ஒண்ணு காணாத நெஞ்சு காத்தாடி போலாடுது. காதில் ஒரு காதல் கதை சொன்னால் என்ன. மங்கை ஒரு கங்கை என மன்னன் ஒரு கண்ணன் என காதில் ஒரு காதல் கதை சொன்னால் என்ன. அத்தை மகனோ மாமன் மகனோ சொந்தம் எதுவோ பந்தம் எதுவோ சித்தித்ததும் சிந்தித்ததும் திட்டிக்கிடு. அம்மாடி நீதான் இல்லாத நானும் வெண்மேகம் வந்து நீந்தாக வானம் தாங்காதேற்றும் போதும் போதும். காசாத்தி உன்னை காணாத நெஞ்சு
போச்சு விளக்கேத்தியாச்சு பொன்மான உன்னை தேடுதே ராசாத்தி உன்னை காணாத நெஞ்சே காத்தாடி போலாடுது காத்தாடி போலாடுது. അപ്പോൾ ഇന്ന് നമുക്ക് തൽക്കാലത്തേക്ക് പോവാൻ സമയമായി. നാളെ നമ്മൾ വീണ്ടും പ്രേക്ഷകർ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന കുറേ നല്ല നല്ല പാട്ടും പെർഫോമൻസും ഒക്കെ ആയിട്ട് വരും. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ.